ഹലോ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. നമ്മളിന്ന് പുതിയൊരു സെഷൻ തുടങ്ങുവാണ്. ഇതിനു മുന്നേ BNSSന്റെ ക്ലാസ്സുകൾ നമ്മൾ 18-19 സെഷൻസ് ആയിട്ട് നമ്മൾ ചെയ്തിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ ഫാമിലി ലോ 2ന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ നോക്കാൻ പോവുകയാണ്. ഇന്നു മുതൽ തുടങ്ങുന്ന സെഷൻസിന്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു ലോയിലെ ഇൻഹെറിറ്റൻസ്, സക്സഷൻ, അനന്തരാവകാശം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഹിന്ദു നിയമപ്രകാരം ഒരു പുരുഷൻ മരിച്ചു പോയാൽ ആ പുരുഷന്റെ അനന്തരാവകാശം എപ്രകാരമാണ് അദ്ദേഹത്തിന്റെ അവകാശികൾ എടുക്കുന്നത്, ആർക്കൊക്കെ അതിന്റെ അനന്തരാവകാശം കിട്ടും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പുരുഷന്റെ മാത്രമല്ല, സ്ത്രീയുടെ ഒരു ഫീമെയിൽ മരിച്ചു പോയാലും ആ ഫീമെയിലിന്റെ അനന്തരാവകാശികൾ ആരൊക്കെയായിരിക്കും എന്നുള്ള ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡോക്ട്രിൻ ഓഫ് പയസ് ഒബ്ലിഗേഷൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യും. ഒരുപാട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇച്ചിരി ഡ്യൂറേഷൻ ഉള്ള ക്ലാസ് ആയിരിക്കും. കാരണം ഇൻഹെറിറ്റൻസ് ആണ്, സക്സഷൻ ആണ്. നല്ല രീതിക്ക് മനസ്സിലാക്കി ഉദാഹരണ സഹിതം ക്ലിയർ ആക്കി മാത്രം മുന്നോട്ട് പോയിട്ടേ കാര്യമുള്ളൂ. എന്തെങ്കിലുമൊക്കെ തിയറി പഠിച്ചു വെച്ച് പോയിട്ട് ഒരു കാര്യമില്ല. ക്ലാസ് 1 ആയർ മദർ ഉണ്ട്, വീഡോ ഉണ്ട്, സൺ ഉണ്ട്, ഡോട്ടർ ഉണ്ട്, അങ്ങനെ മാത്രം പറഞ്ഞു പോകാനാണെങ്കിൽ ഓൺലി 10 minutes മതി അത് തീർക്കാൻ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാകണം, എക്സാമ്പിൾ വെച്ചിട്ട് കാര്യം എന്താണെന്ന് ക്ലിയർ ആവണം, പ്രാക്ടിക്കൽ ലൈഫിൽ അത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കണം. സോ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഡ്യൂറേഷൻ ഉള്ള സെഷൻ ആയിരിക്കും. സമാധാനപൂർവ്വം ശ്രദ്ധയോടുകൂടി പേഷ്യൻസ് കൈവച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഫാമിലി ലോ 2യുടെ സെക്കൻഡ് ഭാഗത്താണ് ഇൻഹെറിറ്റൻസിന്റെ ഭാഗം വരുന്നത്, അനന്തരാവകാശത്തെ പറ്റി പറയുന്നത്. അപ്പോൾ അനന്തരാവകാശം എന്ന നിയമം, ഹിന്ദുക്കളുടെ അനന്തരാവകാശത്തെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഹിന്ദു സക്സഷൻ ആക്ട് എന്ന ആക്ടിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ആക്ടിനെ പറ്റി ബ്രീഫ് ആയിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ദി ഹിന്ദു സക്സഷൻ ആക്ട് 1956, 1956 ഹിന്ദു സക്സഷൻ ആക്ട് എന്ത് ചെയ്തത്, നിലവിൽ വന്നത്. ഈ ഒരു ആക്ടിന്റെ അകത്താണ് ഒരു ഹൈന്ദവ വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ എപ്രകാരം അനന്തരാവകാശം കൈമാറും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ദി ഹിന്ദു സക്സഷൻ ആക്ട് 1957 is an act relating to the succession and inheritance of property. ഒരു പ്രോപ്പർട്ടി കൈമാറുന്നതുമായി ബന്ധപ്പെട്ട, അനന്തരാവകാശം എന്നോളം കൈമാറുന്നതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസിനെ പറ്റി മെൻഷൻ ചെയ്യുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ആക്ട് ആണ് സക്സഷൻ ആക്ട് എന്നുള്ളത്. സക്സഷൻ ആൻഡ് ഇൻഹെറിറ്റൻസ് രണ്ട് വാക്ക് അവിടെ കാണും. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി ഒരാള് എന്ത് ചെയ്യുക, മറ്റൊരാൾക്ക് കൊടുക്കുക, ഇതാണ് എന്ത്, ഇൻഹെറിറ്റൻസ്. സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള ഓണർഷിപ്പോ ലീഡർഷിപ്പോ സൂപ്പർവൈസറിഷിപ്പോ അത് കൈമാറുക. ഉദാഹരണത്തിന് ഞാനൊരു കമ്പനിയുടെ ഡയറക്ടർ ആയിരുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഡയറക്ടർഷിപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു മാനേജിങ്, ആ ഒരു പൊസിഷൻ, ആ പൊസിഷൻ കൈമാറുന്നതിനെ സക്സഷൻ എന്ന് വിളിക്കും. എന്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു, ആ 10 ലക്ഷം രൂപ കൈമാറുന്നതിനെ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ട കീ ഡിഫറൻസ്. This act lays down a comprehensive and uniform system which incorporates both succession and inheritance. ഇൻഹെറിറ്റൻസും സക്സഷനുമായി ബന്ധപ്പെട്ട് വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ ഈ ആക്ടിന്റെ അകത്ത് നടത്തുന്നുണ്ട്. ദിസ് ആക്ട് ഓൾസോ ഡീൽസ് വിത്ത് ഇൻഡസ്റ്റേറ്റ് ആൻഡ് ടെസ്റ്റമെന്ററി സക്സഷൻ. ഈ ആക്ടിന്റെ അകത്ത് രണ്ട് രീതിയിലുള്ള അനന്തരാവകാശത്തെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ഇൻഡസ്റ്റേറ്റ് സക്സഷൻ, രണ്ട് ടെസ്റ്റമെന്ററി സക്സഷൻ. എന്താണ് ടെസ്റ്റമെന്ററി സക്സഷൻ? ടെസ്റ്റമെന്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മരിക്കുന്നതിന് തൊട്ട് മുന്നേ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ സ്വത്ത് ഇന്ന ആൾക്കാർക്ക് ഇത്ര രൂപ വെച്ച് ഞാൻ എഴുതി വെക്കുന്നു എന്ന് പറഞ്ഞാണ് അയാൾ മരിക്കുന്നതെങ്കിൽ ആ ഒരു അനന്തരാവകാശം കൈമാറുന്നതിനെ ടെസ്റ്റമെന്ററി സക്സഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് ആ ഒരു ടെസ്റ്റ്മെന്റിൽ എപ്രകാരമാണോ എഴുതപ്പെട്ടിട്ടുള്ളത് അത് അതേപടി നടപ്പിലാക്കണം. ടെസ്റ്റ്മെന്ററി സക്സഷനിൽ ബുദ്ധിമുട്ട് വരാറില്ല. കാരണം ആള് മരിക്കുമ്പോൾ ആള് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടാവും, എന്റെ ഭാര്യക്ക് ഇത്ര വിഹിതം, എന്റെ മകന് ഇത്ര വിഹിതം, മകൾക്ക് ഇത്ര വിഹിതം എന്നുള്ളത്. പക്ഷെ ബുദ്ധിമുട്ട് നമ്മൾ കണക്കാക്കി നമ്മളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, കോടതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഇൻഡസ്റ്റേറ്റിന്റെ കാര്യങ്ങളിലാണ്. ഇൻഡസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നേരെ ഓപ്പോസിറ്റ്. അതായത് ടെസ്റ്റമെന്ററി സക്സഷൻ ഒരാൾ നടത്തിയിട്ടില്ല, ഒരാൾ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ടെസ്റ്റമെന്ററി ആയിട്ട് എഴുതിയിട്ടില്ല, അതായത് എന്റെ സ്വത്ത് ആർക്ക് കൈമാറണം എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ
അങ്ങനെ മരിക്കുന്ന ആളെ ഇൻഡസ്റ്റേറ്റ് എന്നാണ് വിളിക്കുന്നത്. അയാളുടെ സക്സഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ആക്ടിന്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 2, സെക്ഷൻ 1ന്റെ അകത്ത് ആക്ടിന്റെ പേരിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. സെക്ഷൻ 2 ഈ ആക്ട് ആർക്കൊക്കെ ബാധകമാണ് എന്ന് പറയുന്നുണ്ട്. അതെ, പ്രധാനമായിട്ടും സെക്ഷൻ 2 ഓഫ് ദി ആക്ട് lays down the applicability of this act. This act is applicable to any person who is Hindu by religion or any of its form, any person who is a Buddhist, Sikh or Jain by religion, any other person who is not a Muslim, Christian, Pharisee, Jew, unless it is proved that such person would not be governed by Hindu law. അതായത് ഹിന്ദു മതാചാരത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും ബുദ്ധിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്കും സിഖ് ആചാരങ്ങളോടുകൂടി ജീവിക്കുന്ന ആളുകൾക്കും ജൈൻ മതവിഭാഗങ്ങൾക്കും ഈ ആക്ടിന്റെ അപ്ലിക്കബിലിറ്റി ഉണ്ട്. അതായത് ഈ പറയപ്പെട്ടിട്ടുള്ള എല്ലാവരുടെയും സക്സഷൻ ഈ ആക്ട് പറയുന്ന രീതിയിലായിരിക്കും. ഒരാൾ ബുദ്ധിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അയാളുടെ സക്സഷന് സെപ്പറേറ്റ് നിയമമൊന്നുമില്ല. അയാൾക്കും ഹിന്ദു ലോയുടെ സക്സഷൻ നിയമമായിരിക്കും അവർക്കും അപ്ലിക്കബിൾ ആയിട്ട് ഉണ്ടാവുക. പിന്നെ ഒരു പോയിന്റ് നോക്കി വെക്കേണ്ടത്, ദിസ് ആക്ട് ഷാൾ എക്സ്റ്റെൻഡ് ടു ദി ഹോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലും ഈ ആക്ട് ആപ്ലിക്കബിൾ ആണ്. അതായത് ചില ആക്ടുകൾ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പഠിച്ചപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഏതോ ഒരു സംസ്ഥാനം, നാഗാലാൻഡ് ആണെന്ന് തോന്നുന്നു, ഉറപ്പില്ല, ഏതോ ഒരു സംസ്ഥാനത്ത് ട്രൈബൽ ഏരിയാസിലൊന്നും ആ ഒരു ആക്ട് ആപ്ലിക്കബിൾ അല്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോ അതേപോലെ നമ്മുടെ ഈ സക്സഷൻ ആക്ടിന് അങ്ങനെ കൃത്യമായ സ്ഥലങ്ങളിലൊന്നും ഇല്ല. ഇന്ത്യയിൽ എവിടെയും ഈ ആക്ട് ആപ്ലിക്കബിൾ ആണ്. ആകെ ആപ്ലിക്കബിൾ അല്ലാത്തത് ഷെഡ്യൂൾ ട്രൈബിന്റെ വിഷയങ്ങളിൽ മാത്രമാണ്. അതായത് പട്ടിക വിഭാഗം ആളുകളുടെ വിഷയങ്ങളിൽ മാത്രം ഈ ആക്ട് ആപ്ലിക്കബിൾ അല്ല. അല്ലാതെ ഇന്ത്യയുടെ ഉടനീളം ഏത് സംസ്ഥാനത്തും ഈ ആക്ട് ആപ്ലിക്കബിൾ ആണ്. എല്ലാ ഹൈന്ദവ വിശ്വാസികൾക്കും ബുദ്ധിസ്റ്റ്, സിഖ്, ജെയിൻ മതവിശ്വാസികൾക്കും മുസ്ലിം, ക്രിസ്ത്യൻ, പാരസി, ജ്യൂ അല്ലാത്ത മറ്റെല്ലാ ആളുകൾക്കും ഈ ആക്ടിന്റെ അപ്ലിക്കബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് സെക്ഷൻ 2 പറയുന്നത്. ആരൊക്കെയാണ് ഹിന്ദു, സിഖ്, ജെയിൻ, ബുദ്ധിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുന്നത്? അവിടെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ലെജിറ്റിമേറ്റോ ഇല്ലെജിറ്റിമേറ്റോ ചൈൽഡ് ഉണ്ടാകും. അവരൊക്കെ ഹിന്ദു, സിഖ് ആണ്. ഇപ്പൊ ഒരാൾക്ക് അവിഹിതത്തിലൂടെ ഉണ്ടായ കുട്ടിയാണ്. ആ കുട്ടിയും ഹൈന്ദവ വിശ്വാസിയാണ്. അവരുടെ അച്ഛനും അമ്മയും ഹിന്ദുക്കളാണെങ്കിൽ, അല്ലെങ്കിൽ അവരിൽ ഒരാൾ ഹിന്ദു ആണെങ്കിലും ആ കുട്ടി അപ്പോൾ എന്താണ്, ഹിന്ദു തന്നെയാണ്. ആ കുട്ടി ഹിന്ദു റിലീജിയൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഹിന്ദു മതവിശ്വാസത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോയി എന്നിട്ട് റീകൺവേർട്ട് ചെയ്തു, വീണ്ടും ഹിന്ദുയിസത്തിലോട്ട് വന്നു, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ ഹിന്ദുവിലോട്ട് കൺവേർട്ടായി ഇങ്ങോട്ട് വന്നു. ഈ പറയപ്പെട്ടിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ഹിന്ദുക്കളാണ്. ഇനി ഈ പറയപ്പെട്ടുള്ള ആളുകൾ സിഖുകാരാണ്, ജൈനാണ്, ബുദ്ധിസ്റ്റ് ആണ്. അതായത് ഒരാള് സിഖിലോട്ട് വന്നു, ഒരു മുസ്ലിം സിഖായി മാറി എന്നുണ്ടെങ്കിൽ അയാൾ സിഖാണ്. അല്ലെങ്കിൽ ഒരു സിഖ് ഇസ്ലാമിലോട്ട് വന്ന് വീണ്ടും സിഖിലോട്ട് പോയി, ദെൻ അയാളും സിഖ് തന്നെയാണ്. ഒരു സിഖിനും ഒരു ക്രിസ്ത്യനും കൂടി ഒരു കൊച്ചുണ്ടായി. ആ കുട്ടി സിഖായിട്ടാണ് വളരുന്നതെങ്കിൽ ആ കുട്ടി സിഖാണ്. അപ്പോ എയ്തർ പാരന്റ്സോ അല്ലെങ്കിൽ ബോത്ത് പാരന്റ്സോ ഈ പറയപ്പെട്ടിട്ടുള്ള സിഖോ, ജെയിനോ, ബുദ്ധോ വിഭാഗങ്ങളിലുള്ള ആളുകളാണെങ്കിൽ അവരുടെ മക്കളും എന്താണ്, ഈ പറയപ്പെട്ടിട്ടുള്ള വിശ്വാസത്തിൽ തുടരുന്നവരാണെങ്കിൽ അവരും ഈ പറയപ്പെട്ടിട്ടുള്ള ഹിന്ദു, സിഖ്, ജെയിൻ, ബുദ്ധ ആണെന്നുള്ള പോയിന്റ് നോക്കി വെക്കുക. ഇനി കുറച്ച് ബേസിക് ടേംസ് ആണ് ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അഗ്നേറ്റ് എന്താണ്, കൊഗ്നേറ്റ് എന്താണ്, ഹയർ എന്താണ്, ഇൻഡസ്റ്റേറ്റ് എന്താണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇനി വരാൻ പോകുന്ന ഡിസ്കഷനിൽ മെയിൻ ആയിട്ട് നോക്കേണ്ട ഭാഗങ്ങളാണ്. അതുകൊണ്ട് ആദ്യമേ ഇതിന്റെ ഡെഫിനിഷൻ പറയുവാണ്. അഗ്നേറ്റ് എന്ന വാക്കിന്റെ ഡെഫിനിഷൻ 3 clause 1 സബ് ക്ലോസ് എയിലാണ് പറയുന്നത്. ഹിന്ദു സക്സഷൻ ആക്ടിന്റെ 3 clause 1 സബ് ക്ലോസ് എയിൽ പറയുന്നുണ്ട് അഗ്നേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? എ പേഴ്സൺ ഇസ് സെഡ് ടു ബി ആൻ അഗ്നേറ്റ് ഓഫ് അനദർ. ഒരാളും മറ്റൊരാളുടെ അഗ്നേറ്റ് എന്ന് വിളിക്കുന്നത് ഇഫ് ദ ടു ആർ റിലേറ്റഡ് ബൈ ബ്ലഡ് ഓർ അഡോപ്ഷൻ ഹോളി ത്രൂ മെയിൽസ്. അവർ തമ്മിലുള്ള ബന്ധം മുഴുവനും ആണുങ്ങളിലൂടെയാണ് എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഞാനും എൻ്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ, അപ്പൊ ഞാനും എൻ്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ, ആ മൂന്നാമത്തെ തലമുറയുള്ള അദ്ദേഹം തമ്മിലുള്ള ബന്ധം എന്താ? അഗ്നേറ്റ് ആണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അഗ്നേറ്റ് ആവാൻ കാരണം എന്താ? ഞങ്ങൾക്കിടയിലുള്ള ആളുകൾ എല്ലാവരും തന്നെ ബ്ലഡിലുള്ള റിലേഷനിലുള്ള ആളാവട്ടെ അഡോപ്ഷൻ ആവട്ടെ, ഞങ്ങൾക്കിടയിലുള്ള റിലേഷനിലുള്ള ആളുകൾ എല്ലാവരും മെയിലാണ്. അപ്പൊ ഞാനും അയാളും തമ്മിൽ ഇടയിലുള്ള ആളുകൾ മെയിലായാൽ മതി. അയാളൊരു പെണ്ണായാലും കുഴപ്പമില്ല. എൻ്റെ അച്ഛന്റെ അച്ഛന്റെ അമ്മ, അപ്പൊ ഞാനും ആ അമ്മയും തമ്മിലുള്ള റിലേഷൻ അഗ്നേറ്റ് തന്നെയാണ്. കാരണം ഇടയിലുള്ള ആളുകൾ മെയിലായി കഴിഞ്ഞാൽ ആ രണ്ട് പേഴ്സൺസിനെ തമ്മിൽ അഗ്നേറ്റ് എന്നാ വിളിക്കുന്നത്. ഒരാൾ മറ്റൊരാളുടെ അഗ്നേറ്റ് എന്ന്. അപ്പൊ ഒരാൾ മറ്റൊരാളുടെ അഗ്നേറ്റ് ആവുന്നത്
അവര് തമ്മിലുള്ള റിലേഷന്റെ ഇടയിൽ ആണുങ്ങൾ മാത്രമേ ഉള്ളൂവെങ്കിൽ എന്റെ അച്ഛന്റെ സഹോദരന്റെ മകൻ, എന്റെ കസിൻ, ഞാനും അവനും അഗ്നേറ്റ് ആയിരിക്കും. കാരണം എന്റെ അച്ഛന്റെ സ്വന്തം സഹോദരനാണ്, സഹോദരന്റെ സ്വന്തം മകനാണ്. അപ്പൊ ഞാനും അവരും തമ്മിൽ ആണുങ്ങൾ മാത്രമേ ഇവിടെ ബന്ധം വന്നിട്ടുള്ളൂ. അതേസമയം എന്റെ അമ്മായിയുടെ മോള്, എന്റെ അച്ഛന്റെ സിസ്റ്ററിന്റെ മോള്, അപ്പൊ അഗ്നേറ്റ് ആവൂല. അപ്പൊ ഞാനും അല്ലെങ്കിൽ എന്റെ അമ്മായിയുടെ മോനും, അപ്പൊ ഞാനും ആ മോനും തമ്മിലുള്ള ബന്ധം നോക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു സ്ത്രീ വരുന്നുണ്ട്. അപ്പൊ ഈ അഗ്നേറ്റ് എന്ന പേര് വിളിക്കാൻ പറ്റൂല. അഗ്നേറ്റ് എന്ന് വിളിക്കണമെങ്കിൽ രണ്ടുപേരുള്ള റിലേഷന്റെ അകത്ത് മെയിൽസ് മാത്രം ഉള്ളൂ എങ്കിൽ അവരിൽ ഒരാൾ മറ്റൊരാളുടെ അഗ്നേറ്റ് എന്ന് വിളിക്കാൻ പറ്റും. 3 clause 1 sub clause എയിൽ പറയുന്നത്. 3 clause 1 sub clause സി പറയുന്നത് കൊഗ്നേറ്റ് എന്നാൽ എന്താണെന്ന് നേരെ തിരിച്ച്. അതായത് രണ്ടുപേരുള്ള ബന്ധത്തിന്റെ ഇടയിൽ സ്ത്രീകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ കൊഗ്നേറ്റ് എന്ന് വിളിക്കും. ഞാനും എന്റെ അമ്മായിന്റെ മോനും, എന്റെ അച്ഛന്റെ സഹോദരിയുടെ മകൻ, അപ്പോ ഞാനും അവനും തമ്മിലുള്ള റിലേഷന്റെ അകത്ത് ഒരു സഹോദരി, ഒരു സ്ത്രീ വന്നു. സോ ഞാൻ അവന്റെ കൊഗ്നേറ്റ് ആണ്. ഓക്കെ, അപ്പോ defines a person to be a cognate of another if such a person is related to the other by blood or through adoption. ബ്ലഡ് ആവട്ടെ അഡോപ്ഷൻ ആവട്ടെ, അഡോപ്റ്റഡ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്റെ അച്ഛന്റെ അച്ഛനെ എന്ത് ചെയ്തതാണ്, അദ്ദേഹത്തിന്റെ അച്ഛൻ അഡോപ്റ്റ് ചെയ്തെടുത്തതാണ്, സ്വന്തം മകനൊന്നുമല്ല. എങ്കിൽ പോലും ബന്ധം അത് ബ്ലഡിലൂടെ ഉണ്ടായ ബന്ധമാണെങ്കിലും അഡോപ്ഷനിലൂടെ ബന്ധമാണെങ്കിലും അവര് തമ്മിൽ ബന്ധം ഉണ്ടായാൽ മതി. ബട്ട് നോട്ട് ഹോളി ത്രൂ മെയിൽസ്. ആണുങ്ങളിലൂടെ മാത്രമല്ല, ഇടയിൽ സ്ത്രീകൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവര് തമ്മിലുള്ള ബന്ധത്തിനെ കൊഗ്നേറ്റ് എന്ന് വിളിക്കും. ആണുങ്ങൾ മാത്രമുള്ള ബന്ധത്തിനെ അഗ്നേറ്റ് എന്ന് വിളിക്കും. അപ്പൊ അഗ്നേറ്റ്, കൊഗ്നേറ്റ് ഈ രണ്ട് വാക്കും ഓർത്ത് വെക്കുക. 3 clause 1 sub clause എ, 3 clause 1 sub clause സി. അഗ്നേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ത്രൂ ഹോൾ മെയിൽസ് ആയിരിക്കും. കൊഗ്നേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ത്രൂ ഹോൾ മെയിൽസ്, അതിന്റെ അകത്ത് സ്ത്രീകളും വന്നിട്ടുണ്ടാകും. ഹയർ എന്ന് പറഞ്ഞാൽ ആരാ, ഒരു പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസിന് എടുക്കുന്ന ആള്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇന്റർസ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടി ലഭിക്കുന്ന ആളുകളെയാണ് ഹയർ എന്ന് വിളിക്കുക, അനന്തരാവകാശി. അക്കോർഡിംഗ് ടു സെക്ഷൻ 3 clause 1 sub clause എഫ് പറയുന്നത് ഹയർ ഇസ് എനി മെയിൽ ഓർ ഫീമെയിൽ പേഴ്സൺ ഹു ഇസ് എൻറ്റൈറ്റിൽഡ് ടു റിസീവ് ദി പ്രോപ്പർട്ടി ഓഫ് ദി ഇൻഡർസ്റ്റേറ്റ്. ഇൻഡർസ്റ്റേറ്റ് ആയിട്ടുള്ള ഇൻഡർസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ, അതായത് മരിച്ച ആള്, ടെസ്റ്റ്മെന്ററി വിൽപത്രം എഴുതി വെക്കാതെ തന്റെ പ്രോപ്പർട്ടി ആർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് എഴുതി വെക്കാതെ മരിക്കുന്ന ആളെയാണ് ഇൻഡർസ്റ്റേറ്റ് എന്ന് വിളിക്കുക. അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി റിസീവ് ചെയ്യുന്ന ആളുകളെ, വാങ്ങിക്കുന്ന ആളുകളെയാണ് ഹയർ എന്ന് വിളിക്കുന്നത്, അനന്തരാവകാശികൾ. ഇൻഡർസ്റ്റേറ്റ് ആരാണ്, അതാണ് 3 clause 1 sub clause ജിയിൽ പറയുന്നത്. A person who dies without leaving behind a will is referred to an intestate. മരിക്കുമ്പോ കൃത്യമായി ആർക്കൊക്കെ എത്ര രൂപ കൊടുക്കണം എന്ന് എഴുതി വെക്കാതെ മരിക്കുന്ന ഒരാളെ ഇൻഡർസ്റ്റേറ്റ് എന്ന് വിളിക്കും. അപ്പൊ ഇൻഡർസ്റ്റേറ്റ് ആരാണെന്ന് നമ്മൾ 3 clause 1 sub clause ജിയുടെ അകത്ത് നോക്കി. 3 clause 1 sub clause എഫിന്റെ അകത്ത് ഇൻഡർസ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടി ലഭിക്കുന്ന ആളെ ഹയർ എന്ന് വിളിക്കും നോക്കി. 3 clause 1 sub clause എയുടെ അകത്ത് അഗ്നേറ്റ് ആരാണെന്ന് നോക്കി, ത്രൂ ഹോൾ മെയിൽസ്. അല്ലെങ്കിൽ കൊഗ്നേറ്റ് ആരെന്താ 3 clause 1 sub clause സിയുടെ അകത്ത് നോക്കി. അതായത് ത്രൂ ഹോൾ റിലേഷന്റെ ഇടയിൽ മെയിൽസ് എല്ലാവരും മെയിൽസ് ആയിരിക്കണം എന്നില്ല, അതാണ് കൊഗ്നേറ്റ്. അപ്പൊ ഈ ബേസിക് ആയിട്ടുള്ള ഈ ടേംസിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കി. ആരാണ് ഹിന്ദു, ആപ്ലിക്കബിലിറ്റി ഓഫ് ദിസ് ആക്ട് ഏതാണ്, ആക്ടിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്നൊക്കെ നോക്കി. സെക്ഷൻ 5 lays down the properties that this act does not apply. അതായത് സെക്ഷൻ 5ന്റെ അകത്ത് പറയുന്നത് ഈ ആക്ട് താഴെ പറയുന്ന സ്ഥലങ്ങളിൽ അപ്ലിക്കബിൾ അല്ല. ഒരു സ്ഥലം പറയുന്നുണ്ട്, കോവിലകം എസ്റ്റേറ്റ്, തമ്പ്രാൻ, വല്യമ്മ തമ്പ്രാൻ, ഏറ്റവും ലാസ്റ്റ് ഉണ്ടല്ലോ വല്യമ്മ തമ്പ്രാൻ കോവിലകം എസ്റ്റേറ്റ് പാലസിന്റെ ഫണ്ട്, അവിടത്തേക്ക് ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആ ഒരു കോവിലകത്തെ ആ ഒരു സ്വത്തുക്കള്, ആ ഒരു സ്വത്തിന് ഈ ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരമുള്ള അനന്തരാവകാശം ആയിരിക്കില്ല. അവർക്ക് സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ടാകും. അവർക്ക് അവരുടെ ഇൻഹെറിറ്റൻസ് പോകുന്നത് അവരുടേതായ സ്പെഷ്യൽ നിയമങ്ങളിലൂടെ ആയിരിക്കും. അവർ ഹിന്ദു ആണ്, എന്നിരുന്നാൽ തന്നെയും ഈ ആക്ട് അവർക്ക് ബാധകമല്ല എന്നുള്ള ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതേപോലെ സ്പെഷ്യൽ മാരേജിന്റെ ആക്ട് പ്രകാരം ജീവിക്കുന്ന ആളുകൾ, അതായത് ഒരാള് ഹിന്ദു ആണ് അച്ഛൻ, ഒരാള് ക്രിസ്ത്യൻ ആണ് അല്ലെങ്കിൽ മുസ്ലിം ആണ്. അപ്പോ അവരുടെ വിവാഹം കഴിഞ്ഞതും അവർ ജീവിക്കുന്നതും സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ പ്രൊവിഷനിലാണെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ സക്സഷൻ ആയിരിക്കും അവർക്ക് അപ്ലിക്കബിൾ ആകുന്നത്. ഹിന്ദു സക്സഷന്റെ നിയമം ആയിരിക്കില്ല അവർക്ക് അപ്ലിക്കബിൾ ആകുന്നത്. അതാണ് സെക്ഷൻ 21 ഓഫ് സ്പെഷ്യൽ മാരേജ് ആക്ട് പറയുന്നത്. അതും ഈ ഒരു ആക്ടിന്റെ എക്സെപ്ഷൻ ആണ്. അതായത് ഈ ഒരു ആക്ട് ഇവർക്കും ബാധകമല്ല. എനി പ്രോപ്പർട്ടി ഹൂസ് സക്സഷൻ കംസ് അണ്ടർ ദി റെഗുലേഷൻ ഓഫ് ഇന്ത്യൻ സക്സഷൻ ആക്ട് ബൈ റീസൺസ് ഓഫ് ദി പ്രൊവിഷൻ അണ്ടർ സെക്ഷൻ 21 ഓഫ് സ്പെഷ്യൽ മാരേജ് ആക്ട്. സ്പെഷ്യൽ മാരേജ് ആക്ടിലെ സെക്ഷൻ 21 പ്രകാരം ഹിന്ദു സക്സഷൻ ആക്ടിന്റെ പ്രൊവിഷനിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ആക്ട് അപ്ലിക്കബിൾ അല്ല. അവിടെ പറയുന്നുണ്ട് ഹിന്ദു സക്സഷൻ ആക്ടിൽ സക്സഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അതായത്
ഡിഫറെന്റ് കാസ്റ്റിലുള്ള ആളുകൾ, റിലീജിയനിലുള്ള ആളുകൾ പരസ്പരം കല്യാണം കഴിച്ചു കഴിയുമ്പോൾ അവരുടെ മക്കൾക്ക് അനന്തരാവകാശം കൊടുക്കേണ്ട സമയത്ത് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഇന്ത്യൻ സക്സഷൻ ആക്ട്, സ്പെഷ്യൽ മാരേജ് ആക്ടിൽ സെപ്പറേറ്റ് പറയുന്നുണ്ട്. അപ്പോ ആ രീതി അവർക്ക് അവിടെ അപ്ലിക്കബിൾ ആകുള്ളൂ, അല്ലാതെ ഇവിടുത്തെ ഹിന്ദു സക്സഷൻ ആക്ട് അവർക്ക് അപ്ലിക്കബിൾ ആകൂല എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുക. പിന്നെ അതേപോലെ വല്യമ്മ തമ്പുരാൻ കോവിൽ, എസ്റ്റേറ്റ്, പാലസ് ഫണ്ട് പോലുള്ള സ്ഥലങ്ങളിൽ എന്തല്ല അവിടെ ജീവിക്കുന്ന ആളുകൾ ഹിന്ദു ആണെങ്കിൽ പോലും ഈ ആക്ട് അവർക്കൊന്നും ആപ്ലിക്കബിൾ അല്ല എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പൊ സെക്ഷൻ 2ഉം സെക്ഷൻ 5ഉം നമ്മൾ നോക്കി. ടൈപ്സ് ഓഫ് സക്സഷൻ, രണ്ട് രീതിയിലുള്ള സക്സഷൻ ഉണ്ട്. ഒന്ന് ടെസ്റ്റ്മെന്ററി, രണ്ട് ഇൻഡസ്റ്റേറ്റ്. ടെസ്റ്റ്മെന്ററി എന്താ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. വെൻ ദി സക്സഷൻ ഓഫ് ദി പ്രോപ്പർട്ടി ഇസ് ഗവേൺഡ് ബൈ എ ടെസ്റ്റ്മെന്റ്. ഒരാൾ മരിക്കുന്ന സമയത്ത് സക്സഷൻ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഒരു ടെസ്റ്റ്മെന്റ് ഒരു വിൽപത്രത്തിൽ എഴുതിയിട്ടാണ് ആൾ മരിച്ചതെന്നുണ്ടെങ്കിൽ then it is referred to as testamentary succession. അതിനെ ടെസ്റ്റ്മെന്ററി സക്സഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താണ് ഇൻഡസ്റ്റേറ്റ് സക്സഷൻ? ഇൻഡസ്റ്റേറ്റ് ഹാസ് ഓൾറെഡി ബീൻ ഡിഫൈൻഡ് അബോ. നേരത്തെ നമ്മൾ ഓൾറെഡി വിശദീകരിച്ചാണ്. എന്താണ്? ഒരാൾ മരിക്കുന്ന സമയത്ത് ഒരാൾ വിൽപത്രത്തിൽ എഴുതിയിട്ടില്ല തന്റെ പ്രോപ്പർട്ടി എങ്ങനെ അനന്തരാവകാശം കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ മരിക്കുന്ന ആളെ ഇൻഡസ്റ്റേറ്റ് എന്ന് വിളിക്കും. അങ്ങനെയുള്ള സക്സസിനെ ഇൻഡസ്റ്റേറ്റ് സക്സഷൻ എന്നാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. സെക്ഷൻ 2, സെക്ഷൻ 5, സെക്ഷൻ 6 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്ഷൻ 6 പറയുന്നത് ഡെവല്യൂഷൻ. ഇത് 2005 അമെന്റ്മെന്റിലൂടെ ചേഞ്ച് വന്നിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. 2005 വലിയൊരു ചേഞ്ച് വന്നു. ആ ചേഞ്ചിനെ പറ്റി നമ്മൾ ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് നോക്കും. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് എന്നുള്ളത് 2005 മുന്നേ വരെ സ്ത്രീകൾക്ക് എന്തുണ്ടായിരുന്നില്ല? അനന്തരാവകാശത്തിൽ പങ്കുണ്ടായിരുന്നില്ല. അവർക്ക് അനന്തരാവകാശം കിട്ടുമായിരുന്നില്ല. അവർക്ക് ഇൻ കേസ് പ്രോപ്പർട്ടി കിട്ടിയാൽ അതിനെ ഒരു കോപ്പാസനറി പ്രോപ്പർട്ടി ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നില്ല. അതായത് അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ചെലവാക്കാനോ അല്ലെങ്കിൽ കൈമാറാനോ സാധിക്കുമായിരുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2005 അമെന്റ്മെന്റിന് ശേഷം നിയമം മാറ്റി സ്ത്രീകൾക്ക് കോപ്പാസനറി റൈറ്റ് കൊടുത്തു. അതായത് അനന്തരാവകാശം കിട്ടാനുള്ള അവകാശം കൊടുത്തു. അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്ന പ്രോപ്പർട്ടി അവരുടെ ഇഷ്ടപ്രകാരം ഡിസ്പോസ് ചെയ്യാനുള്ള റൈറ്റും കൊടുത്തു. ഓക്കെ, പിന്നെ അവിടെ ഒരു പ്രൊവിഷൻ കൂടി പറയുന്നുണ്ട്. ഈ ഒരു ആക്ട് പ്രോസ്പെക്റ്റീവ് ആണ്, റെട്രോസ്പെക്റ്റീവ് അല്ല. എന്താണ് പ്രോസ്പെക്റ്റീവ്, റെട്രോസ്പെക്റ്റീവ് എന്നുള്ളത് നമ്മൾ BNSSന്റെ ക്ലാസ്സുകളിലൊക്കെ ഇതിനു മുന്നേ നോക്കിയതാണ്. പ്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വിൽ എഫക്ട്, ഇറ്റ് ഹാസ് എഫക്ട് ഇൻ ദി ഫ്യൂച്ചർ നോട്ട് ഇൻ ദി പാസ്റ്റ്. അതായത് ഫ്യൂച്ചറിലായിരിക്കും ഇത്. അതായത് പണ്ടൊരു സ്ത്രീക്ക് ഈ ആക്ട് വരുന്നതിന് മുന്നേ ഒരു സ്ത്രീക്ക് അനന്തരാവകാശം കിട്ടിയില്ല. അതന്നത്തെ റൂളായിരുന്നു. അതും പറഞ്ഞിട്ട് ഈ ആക്ട് വന്നതിന് ശേഷം എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ ഒരു സ്ത്രീക്ക് അത് വാങ്ങിച്ചെടുക്കാൻ സാധിക്കില്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. നോക്കാം. ക്ലോസ് 1 പറയുന്നത് ഓൺ ദി കമൻസ്മെന്റ് ഓഫ് ദി അമെന്റ്മെന്റ് ആക്ട് 2005 ഡോട്ടർ ഓഫ് എ കോപ്പാസനർ ഹാസ് ബിക്കം എ കോപ്പാസനർ ആൻഡ് ഹാസ് അക്വേർഡ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ കോപ്പാസനറി പ്രോപ്പർട്ടി സിമിലർ ടു സൺ. 2005 അമെന്റ്മെന്റിന് ശേഷം ഒരു മകൾക്കും മകനെ പോലെ അതേ ഉത്തരവാദിത്തവും അവകാശങ്ങളും കിട്ടും എന്നുള്ളത്. പ്രൊവിഷൻ നോക്കിക്കേ. നത്തിങ് മെൻഷൻഡ് അബോ ഷാൾ എഫക്ട് ഓർ ഇൻവാലിഡേറ്റ് എനി ഡിസ്പോസിഷൻ ഓർ അലിയനേഷൻ ഇൻക്ലൂഡിംഗ് എനി പാർട്ടീഷൻ ഓർ ടെസ്റ്റമെന്ററി ഡിപ്പോസിഷൻ ഓഫ് പ്രോപ്പർട്ടി വിച്ച് ഹാസ് ടേക്കൺ പ്ലേസ് ബിഫോർ 2004. 2004 ഡിസംബർ 20 മുന്നേ നടന്നിട്ടുള്ള ഏതെങ്കിലും സക്സഷനെ ഇത് ഇൻവാലിഡ് ആക്കുന്നില്ല. അതായത് മുന്നേ നടന്ന സക്സഷന്റെ അത് ചിലപ്പോൾ ആണുങ്ങൾക്ക് മാത്രമേ പ്രോപ്പർട്ടി കൊടുത്തിട്ടുണ്ടാവുള്ളൂ, സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അതെല്ലാം ഇൻവാലിഡ് ആണ്. ഇനി സ്ത്രീക്കും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെ ഇൻവാലിഡ് ആക്കി കളയാൻ പറ്റൂല. ഈ ഒരു ആക്ടിന് പ്രോസ്പെക്റ്റീവ് എഫക്ട് ആണ്. ഇനി വരുന്ന കാര്യം മാത്രമേ ഇവിടെ പരിഗണിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പ്രൊവിഷൻ ഇവിടെ കൊടുത്തേക്കുന്നത്. ക്ലോസ് 2 പറയുന്നത് പ്രോപ്പർട്ടി ഇൻഹെറിറ്റഡ് ബൈ ഫീമെയിൽ ഹിന്ദു ആസ് പെർ സബ്സെക്ഷൻ 1. സബ്സെക്ഷൻ 1 പ്രകാരം ഒരു സണ്ണിനെ പോലെ ഹിന്ദുവിന് പ്രോപ്പർട്ടി കിട്ടുമെന്നുള്ളത് പറഞ്ഞു. അങ്ങനെ കിട്ടുന്ന പ്രോപ്പർട്ടി പണ്ടൊരു ഇതുണ്ടായിരുന്നു. കിട്ടുന്ന ഹിന്ദു ഫീമെയിൽസ് അക്വയർ ചെയ്യുന്ന പ്രോപ്പർട്ടി ചെയ്യാൻ പറ്റില്ല, ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല, അത് വിൽപത്രത്തിൽ എഴുതി കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ല. ഇങ്ങനെ കിട്ടുന്ന പ്രോപ്പർട്ടി ഷാൽ ബി കോപ്പാസിനറി പ്രോപ്പർട്ടി ആൻഡ് ഷീ ഷാൽ ബി എൻടൈറ്റിൽഡ് ടു ഡിസ്പോസ് ഓഫ് ബൈ വിൽ. അത് അവരുടെ കോപ്പാസിനറി പ്രോപ്പർട്ടിയാണ്. എന്താണ്, അവർക്ക് അത് വിൽപത്രത്തിലൂടെയോ എങ്ങനെ വേണമെങ്കിലും അത് ഡിസ്പോസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് ക്ലോസ് 2 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 6 നോക്കി വെക്കുക. സെക്ഷൻ 5 ഇനാപ്ലിക്കബിലിറ്റി ഓഫ് ദിസ് ആക്ട്. ഈ ആക്ട് ആപ്ലിക്കബിൾ അല്ലാത്ത സ്പെഷ്യൽ മാരേജ് ആക്ടിന്റെ സെക്ഷൻ 21 മാരിയമ്മ ഒരു തിരുവിതാംകൂർ ആ ഒരു ദേവസ്വത്തിന്റെ ആ ഒരു ഭാഗത്ത്, ദേവസ്വമല്ലല്ലോ, തിരുവിതാംകൂർ തമ്പുരാൻ കോവിലകം എസ്റ്റേറ്റിന്റെ ആ ഒരു ഭാഗം, അതൊക്കെയാണ് എക്സെപ്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ ആപ്ലിക്കബിലിറ്റി നമ്മൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. സെക്ഷൻ 6 അകത്ത് സ്ത്രീകളുടെ അവരുടെ സ്പെഷ്യൽ റൈറ്റുകളെ പറ്റി പറഞ്ഞു. ഇനിയാണ് മെയിൻ ഭാഗത്തോട്ട് കിടക്കുന്നത്. സെക്ഷൻ 8. സെക്ഷൻ 8 സക്സഷൻ എങ്ങനെയാണ്, ആണുങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഒരാണ് മരിച്ചാൽ എങ്ങനെയാണ് അനന്തരാവകാശം കൊടുക്കുക എന്നുള്ള
ഒരു രീതി. ആ സക്സഷന്റെ റൂൾസ് പറയുന്നത് സെക്ഷൻ 8-ലാണ്. This property, the property of a man Hindu dying in the state shall devolve according to the provisions of this chapter. താഴെ പറയുന്ന ക്ലോസ് എ ബി സി ഡി പ്രകാരമായിരിക്കും ഒരാൾ മരിച്ചാൽ അയാളുടെ പ്രോപ്പർട്ടി കൈമാറപ്പെടുന്നത്. ഏല് പറയുന്നത് ഫസ്റ്റ്ലി പ്രിഫറൻസ് ആണ് കേട്ടോ. ആദ്യം ഈ പ്രോപ്പർട്ടി കൊടുക്കേണ്ടത് അപ്പോൺ ദി ഹയേഴ്സ് ബീങ് ഇൻ ദി റിലേറ്റീവ് സ്പെസിഫൈഡ് ഇൻ ദി ക്ലാസ് 1 ഓഫ് ഷെഡ്യൂൾ 1. നമ്മളിവിടെ തൊട്ട് ശേഷം ക്ലാസ് 1 ഹയർ, ക്ലാസ് 2 ഹയർ, ക്ലാസ് 3 ഹയർ, ക്ലാസ് 4 ഹയർ, ഇങ്ങനെ 4 ഹയേഴ്സ് ആയിട്ട് 4 അനന്തരാവകാശികളായിട്ട് നമ്മൾ തിരിക്കും. അപ്പൊ ക്ലോസ് 1 പറയുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ക്ലോസ് 1 ആളുകൾക്ക് വേണം കൊടുക്കാൻ. ഇനി ക്ലോസ് 1 ആരും തന്നെ ഇല്ല, ക്ലോസ് 1 പറയപ്പെട്ടിട്ടുള്ള ആരും ജീവനോടെ ഇല്ല എന്നുണ്ടെങ്കിൽ, സെക്കൻഡ്ലി ഇഫ് ദർ ഇസ് നോ ഹയർ ഓഫ് ക്ലാസ് 1, ക്ലാസ് 1 ആരും ഇല്ല എന്നുണ്ടെങ്കിൽ, ദെൻ അപ്പോൺ ദി ഹയേഴ്സ് ബീങ് ദി റിലേറ്റീവ് സ്പെസിഫൈഡ് ഇൻ ക്ലാസ് 2, ക്ലാസ് 2 പറയപ്പെട്ടുള്ള ആളുകൾക്ക് കൊടുക്കണം. 3 പറയുന്നത് എന്താ, if there is no higher of any of the two classes, then upon the agnates of the deceased. അതായത് 3 പറയുന്നത് ക്ലാസ് 1 ആളും ഇല്ല 2 ആളും ഇല്ല എന്നാണെങ്കിൽ 3 പറയുന്നത് അഗ്നേറ്റിന് കൊടുക്കണം. ഈ മരിച്ച ആളുടെ അഗ്നേറ്റ് ആരാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, രണ്ടുപേര് തമ്മിലുള്ള റിലേഷന്റെ അകത്ത് ആണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവനായിരിക്കും അഗ്നേറ്റ്. ഇനി 4 പറയുന്നത് ലാസ്റ്റ്ലി ഇഫ് ദർ ഇസ് നോ അഗ്നേറ്റ് ദെൻ അപ്പോൺ ദി കൊഗ്നേറ്റ് ഓഫ് ദി ഡിസീസ്ഡ്. ഇനി അഗ്നേറ്റും ഇല്ല എന്നാണെങ്കിൽ കൊഗ്നേറ്റിന് കൊടുക്കണം. ഇതാണ് ആ ഒരു പ്രിഫറൻഷ്യൽ ചാർട്ട്. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം ക്ലാസ് 1 ഹയറിന് പോകും. ബിയിൽ പറയുന്നത് ക്ലാസ് 1 ആരും ഇല്ലെങ്കിൽ ക്ലാസ് 2 പോകും. സിയിൽ പറയുന്നത് ക്ലാസ് 2 ആരും ഇല്ലെങ്കിൽ അഗ്നേറ്റിന് പോകും. 4 പറയുന്നത് അഗ്നേറ്റും ഇല്ലെങ്കിൽ കൊഗ്നേറ്റിന് പോകും. ക്ലാസ് 1 ആരാണ്, എങ്ങനെയൊക്കെയാണ്, എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ, എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹയേഴ്സ്. Hires are classified into 4 categories. Class 1 higher, Class 2 higher, Class 3 higher, Class 4 higher. 4 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലാസ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ അനന്തരാവകാശം എങ്ങനെ കൊടുക്കണം. സപ്പോസ് ഞാൻ മരിച്ചുപോയി, ഞാനൊരു ഹൈന്ദവ വിശ്വാസിയാണെന്ന് വിചാരിക്കാം. അപ്പോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അനന്തരാവകാശം, എന്റെ വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. എന്റെ ഉമ്മ ഉണ്ട്, അമ്മ ഉണ്ട്, ഭാര്യ ഉണ്ട്, പിന്നെ എനിക്ക് ആൺമക്കളുണ്ട്, പെൺമക്കളുണ്ട്, എനിക്ക് അച്ഛനുണ്ട്, സഹോദരനുണ്ട്. അപ്പൊ ആർക്കൊക്കെ എന്റെ പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും പ്രിഫറൻസ് നമ്മൾ സെക്ഷൻ 8 പറഞ്ഞു, ക്ലോസ് 1 പറഞ്ഞിരുന്നു ക്ലാസ് 1 ആളുകൾക്ക് കൊടുക്കണം എന്നുള്ളത്. ക്ലാസ് 1 ആരൊക്കെയുള്ളത്? ഈ പറയപ്പെട്ടിട്ടുള്ള ആളുകളാണ് ക്ലാസ് 1 ഉള്ളത്. സൺസ്, ആൺമക്കളുണ്ട്, ഡോട്ടേഴ്സ്, പെൺമക്കളുണ്ട്, വിഡോസ്, ഭാര്യമാരുണ്ട്, മദേഴ്സ്, അമ്മ ഉണ്ട്, സൺസ് ഓഫ്. ഇവിടെ ശ്രദ്ധിച്ചോട്ടെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ പോയിന്റ്സ് ഉണ്ട്. ആദ്യം ഞാൻ ഇത് ആരൊക്കെയാണെന്ന് വായിക്കാം. സൺസ് ഓഫ് പ്രീഡിസീസ്ഡ് സൺ, മരിച്ചുപോയ മകന്റെ മകനുണ്ട്. സൺ വൈഡോ ഓഫ് പ്രീഡിസീസ്ഡ് സൺ, മരിച്ചുപോയ മകന്റെ ഭാര്യ ഉണ്ട്. സൺ ഓഫ് എ പ്രീഡിസീസ്ഡ് സൺ ഓഫ് പ്രീഡിസീസ്ഡ് സൺ, മരിച്ചുപോയ മകന്റെ മകൻ. അതായത് എന്റെ മകൻ മരിച്ചുപോയി, അവന്റെ മകനും മരിച്ചുപോയി, അവന്റെ മകനുണ്ട്. വിഡോ ഓഫ് എ പ്രീഡിസീസ്ഡ് സൺ ഓഫ് ദി പ്രീഡിസീസ്ഡ് സൺ, എന്റെ മരിച്ചുപോയ മകന്റെ ഭാര്യ ഉണ്ട്. നിങ്ങളെ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യുക നിങ്ങളുടേതായ രീതിയിൽ, എങ്കിൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കേട്ടോണ്ടിരുന്ന ഇത് ക്ലിയർ ആവണമെന്നില്ല. നിങ്ങൾ കല്യാണം കഴിച്ച ഒരു കൊച്ചുണ്ടായി, ആ കൊച്ചിന് വേറെ കൊച്ചുണ്ടായി, അപ്പൊ ഇവർ രണ്ടുപേരും ഇല്ല. ഇനി അവരുടെ ഭാര്യ, എന്റെ പേരക്കുട്ടിയുടെ ഭാര്യ ആരാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ വെല്ലുപ്പാനെ വെച്ച് ഇമാജിൻ ചെയ്തോ. വെല്ലുപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ, നിങ്ങളുടെ മുത്തച്ഛനെ വെച്ച് എന്ത് ഇമാജിൻ ചെയ്യാം. മുത്തച്ഛന്റെ മകൻ അച്ഛൻ, അതിന്റെ മകൻ ഞാൻ, അല്ലെങ്കിൽ മകൾ ഞാൻ. അപ്പോ മകനാണെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യ. സോ എന്റെ മുത്തച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ മകന്റെ ഭാര്യ. ആ ഒരു രീതിയിലൊക്കെ ഇമാജിൻ ചെയ്ത് ആരൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഡോട്ടർ ഓഫ് എ പ്രീഡിസീസ്ഡ് സൺ, മരിച്ചുപോയ മകന്റെ മകള്. ഡോട്ടർ ഓഫ് എ പ്രീഡിസീസ്ഡ് ഡോട്ടർ, മരിച്ചുപോയ മകളുടെ മകള്. അങ്ങനെ ഡോട്ടർ ഓഫ് എ പ്രീഡിസീസ്ഡ് സൺ ഓഫ് എ പ്രീഡിസീസ്ഡ് സൺ, മരിച്ചുപോയ മകന് ഒരു മകനുണ്ടായിരുന്നു, അതും മരിച്ചുപോയി, അവന്റെ മകള്. സൺ ഓഫ് എ പ്രീഡിസീസ്ഡ് ഡോട്ടർ, മരിച്ചുപോയ മകളുടെ മകൻ. പിന്നെ ഡോട്ടർ ഓഫ് എ പ്രീഡിസീസ്ഡ് ഡോട്ടർ ഓഫ് എ പ്രീഡിസീസ്ഡ് ഡോട്ടർ, മരിച്ചുപോയ മകളുടെ മകൾ ഉണ്ടായിരുന്നു, അതും മരിച്ചുപോയി, അവളുടെ മകള്. എന്റെ മകളുണ്ടായിരുന്നു, അവള് മരിച്ചുപോയി, അതിന്റെ മകളുണ്ടായിരുന്നു, അവള് മരിച്ചുപോയി, അവളുടെ മകള്. സൺ ഓഫ് എ പ്രീഡിസീസ്ഡ് ഡോട്ടർ, മരിച്ചുപോയ മകളുടെ മകൻ. സൺ ഓഫ് എ പ്രീഡിസീസ്ഡ് ഡോട്ടർ ഓഫ് എ പ്രീഡിസീസ്ഡ് ഡോട്ടർ, മരിച്ചുപോയ മകളുടെ മകൻ. ഇത് സത്യം പറഞ്ഞ ഒരു കുഴപ്പിക്കലായിരിക്കുള്ളൂ ഇത് കേൾക്കുമ്പോൾ. പക്ഷേ ഇത് എന്ത് ചെയ്യാനാണ്, ഇത് നിയമമാണ്. ഇത് നമ്മളിങ്ങനെ പഠിച്ചേ പറ്റുള്ളൂ. 18 വിഭാഗങ്ങളുണ്ട്.
പറ്റുന്ന അത്രയും പഠിച്ചു വെക്കുക. 18 ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ പറ്റുന്ന അത്രയല്ല, ഇത് എന്തായാലും പഠിക്കണം. പ്രോബ്ലം ക്വസ്റ്റിന് നിങ്ങൾക്ക് കുഴപ്പിക്കുന്ന രീതിയിൽ ചോദ്യമൊക്കെ തരാൻ വേണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് തന്നെയാണ് ഒരാൾക്ക് അച്ഛനുണ്ട്, പിന്നെ മരിച്ചുപോയ മകളുടെ മകളുണ്ട്. സോ എങ്ങനെ അനന്തരാവകാശം വീതിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി ഇതൊന്നും നോക്കാതെ പോകുന്ന ആൾ എഴുതുന്നത് അച്ഛനുണ്ടല്ലോ, അച്ഛനാണല്ലോ ഏറ്റവും വലുത്, അച്ഛന് കൊടുത്താൽ മതി. റോങ് ആൻസർ ആണ്. അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛൻ ക്ലാസ് 2 ആണ്. അപ്പുറത്തോട്ടേ ഉള്ളൂ അച്ഛൻ. ഇവിടെ മരിച്ചുപോയ മകളുടെ മകള് അതെന്നൊക്കെ പറയുന്നത് ക്ലാസ് 1 ആണ്. അപ്പൊ ഇവരുണ്ടെങ്കിൽ ഇവർക്ക് വേണം പ്രിഫറൻസ് കൊടുക്കാൻ. ഓക്കെ, അപ്പൊ ഇത്ര ആളുകളുണ്ട്. നിങ്ങളൊരു ഓർഡറിൽ പഠിച്ചാൽ മതി. ആദ്യത്തെ 4 പേര് ഭയങ്കര എളുപ്പമാണ്. അതായത് ആൺമക്കള്, പെൺമക്കള്, ഭാര്യ, അമ്മ. പിന്നെ ഇവരിൽ ഒരാൾ ഇല്ല എന്നുണ്ടെങ്കിലാണ് ഈ പ്രശ്നം വരുന്നത്. ഓക്കെ, ഇവര് 4 പേരുണ്ടെങ്കിൽ ഇവർക്കേ പോകുള്ളൂ. ഇവര് 4 പേരുണ്ടെങ്കിൽ ഇവർക്കേ പോകുള്ളൂ. ഇനി ഇവരില്ല എന്നാണെങ്കിലാണ് ഈ പ്രശ്നം വരുന്നത്. കണ്ടില്ലേ? സൺസ് ഓഫ് എ പ്രീഡിസീസ്ഡ് സൺ. പ്രീഡിസീസ്ഡ് സണ്ണിന് അവകാശം കിട്ടുള്ളൂ. അതായത് എന്റെ മകന്റെ മകനുണ്ട്. അപ്പൊ ഞാൻ മരിക്കുമ്പോ എന്റെ മകന്റെ മകന് അനന്തരാവകാശം കൊടുക്കണം നിർബന്ധമില്ല, എന്റെ മകൻ ഉണ്ടെന്നുണ്ടെങ്കിൽ. കാരണം ഇവിടെ പറഞ്ഞത് സൺ ഓഫ് എ സൺ അല്ല പറഞ്ഞത്, സൺ ഓഫ് എ പ്രീഡിസീസ്ഡ് സൺ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ മകൻ മരിച്ചുപോയി എന്നുണ്ടെങ്കിൽ അവന്റെ മകൻ, അതായത് എന്റെ മകൻ മരിച്ചാൽ മാത്രമേ എന്റെ പേരക്കുട്ടി കിട്ടുള്ളൂ. അപ്പോ ഈ ആദ്യത്തെ 4 പേര് ഒരു ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ഈ താഴെ പറഞ്ഞിട്ടുള്ള ഒറ്റ ഒരാളും വേണ്ട, ആർക്കും കിട്ടൂല. ആ 4 പേരുണ്ടെങ്കിൽ ആ 4 പേർക്ക് അങ്ങ് പോകും. അപ്പൊ ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. എനിക്ക് 2 ആൺമക്കൾ ഉണ്ടായിരുന്നു, 2 പെൺമക്കൾ ഉണ്ടായിരുന്നു, ഒരു ഭാര്യ, ഒരു ഉമ്മ. ഒന്നല്ലേ, ഒരു അമ്മ, ഭാര്യ, 2 പെൺമക്കള്, 2 ആൺമക്കള്. അപ്പോ 6 ലക്ഷം എന്ന് വിചാരിക്കട്ടോ. 10 ലക്ഷം ഒക്കെ എടുത്തതിനെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. 6 ലക്ഷം രൂപയായിരുന്നു ഞാൻ മരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. എനിക്ക് 2 ആൺമക്കളുണ്ട്, 2 പെൺമക്കളുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്. അപ്പൊ ഇതെങ്ങനെ വിധിക്കും? ബാക്കി താഴത്തോട്ട് നോക്കണ്ട. മകനും മകളും ഉണ്ടെങ്കിൽ പിന്നെ താഴത്തെ ആൾക്കാർക്ക് പ്രിഫറൻസ് ഇല്ല. കാരണം പ്രീഡിസീസ്ഡ് ആണ് താഴെയുള്ള ഫുള്ള്. പ്രീഡിസീസ് എന്ന് പറയുമ്പോൾ മരിച്ചുപോയുള്ള സിറ്റുവേഷൻ മാത്രമാണ്. ഇവിടെ ആരും മരിച്ചിട്ടില്ല, മകനും മകളും ജീവനോടെ ഉണ്ട്. അപ്പോ മകന് ഇവരെ എന്ത് ചെയ്യണം? ഓരോ ആളുകളെ ഇവര് ഈക്വൽ ഷെയർ ആണ് കൊടുക്കേണ്ടത്. ക്ലാസ് 1 ഹയറിലെ ആളുകൾക്ക് ഈക്വൽ ഷെയർ കൊടുക്കണം. അതായത് എന്റെ ഭാര്യ ഉണ്ട്, എന്റെ അമ്മ ഉണ്ട്, 2 പെൺമക്കളുണ്ട്. അപ്പൊ ഭാര്യ, അമ്മ, 2 പെൺമക്കള് 4 ആയി. 2 ആൺമക്കളുണ്ട്, സോ 6 ആയി. അപ്പൊ എന്റെ പ്രോപ്പർട്ടിയെ 6 ആയിട്ട് വീതിക്കണം. 6 ലക്ഷം രൂപയാണ് എനിക്കുള്ളതെങ്കിൽ 6 ലക്ഷത്തിന് 6 ആയിട്ട് വീതിക്കുമ്പോൾ ഓരോ ലക്ഷം വെച്ച് വരും. എന്നിട്ട് ഓരോരുത്തർക്ക് 1/6 വെച്ച് കൊടുക്കും. അതായത് ഒരു മകന് 1/6, ഒരു മകന് 1/6, ഒരു മകൾക്ക് 1/6, മറ്റേ മകൾക്ക് 1/6, വിഡോക്ക് 1/6, അതേപോലെ തന്നെ അമ്മക്ക് 1/6. ഈ രീതിയിലായിരിക്കും വിഭജിക്കപ്പെടുക. പിന്നെ ഒരു കാര്യം നോക്കി വെക്കുക, മകൻ 1 ആണെങ്കിലും 2 ആണെങ്കിലും എത്രയാണെങ്കിലും ഓരോ മക്കൾക്കും ഓരോരോ ഷെയർ വെച്ച് കൊടുക്കണം. 5 മകനുണ്ട്, ഒരു ഡോട്ടർ ഉണ്ട്, ഒരു വിഡോ, ഒരു മദർ എന്നാണെങ്കിൽ 5 മകന് 5, പിന്നെ ഡോട്ടർ 1 6, വിഡോ 1 7, മദർ 8. 8 പേര്. അപ്പൊ മൊത്തം പ്രോപ്പർട്ടിയെ 8 ആയിട്ട് വീതിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ഷെയർ വെച്ച് കൊടുക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വിഡോയുടെ കാര്യത്തിൽ മാത്രമാണ്. വിഡോ ഒന്നിലധികം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യേണ്ട. ഒറ്റ വിഡോയുടെ ഷെയർ അവർക്ക് കിട്ടുള്ളൂ. അവര് അത് എന്ത് ചെയ്യണം? സബ്ഡിവൈഡ് ചെയ്തെടുക്കണം. അതായത് എനിക്ക് മകൻ ഉണ്ടായിരുന്നു, മകൾ ഉണ്ടായിരുന്നു, 2 ഭാര്യമാരുണ്ടായി. ഒരാളെ ഞാൻ ഇവിടെ ഗൾഫിൽ നിന്നും കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരാളെ അമേരിക്കയിൽ നിന്നും കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. എനിക്കൊരു മോളുണ്ട്, മോനുണ്ട്, അമ്മ ഉണ്ട്. അപ്പോ ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു 4 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. എന്റെ 4 ലക്ഷം രൂപ ഉണ്ട്. അപ്പോ എന്റെ മകന് 1 ലക്ഷം. അപ്പൊ ആരൊക്കെ ഇവിടെ ഉള്ളത്? മകനുണ്ട്, മകളുണ്ട്, അമ്മയുണ്ട്, 2 ഭാര്യമാര്. അപ്പൊ നമ്മൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും. 2 ഭാര്യമാരുള്ളതുകൊണ്ട് മൊത്തം 5 ഉണ്ടല്ലോ, 5-ൽ 1 വെച്ച് എല്ലാവർക്കും കൊടുക്കണമോ എന്ന് തോന്നാം. അങ്ങനെയല്ല. വിഡോസ് ഒന്നിലധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ വിഡോന്റെ ഷെയർ അവിടെ പോലും അവര് വീണ്ടും സബ്ഡിവൈഡ് ചെയ്തെടുക്കണം. അതായത് ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് 4 ലക്ഷം ആണെങ്കിൽ എന്റെ മകന് 1 ലക്ഷം പോകും, മകൾക്ക് 1 ലക്ഷം പോകും, അമ്മക്ക് 1 ലക്ഷം പോകും, എന്റെ 2 ഭാര്യക്കും കൂടി 1 ലക്ഷം പോകും. അതായത് അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതായത് ഒരു ഭാര്യ 50,000, മറ്റേ ഭാര്യ 50,000 വെച്ച് സബ്ഡിവൈഡ് ചെയ്തെടുക്കണം. ഇതാണ് ഇതിന്റെ റൂള്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു പോയിന്റ്. പിന്നെ ഒരു കാര്യം, ഇൻ കേസ് സൺ ഇല്ല, സൺ മരിച്ചുപോയി എന്ന് വിചാരിക്കാം. അപ്പൊ പ്രീഡിസീസ്ഡ് സൺ വന്നു. പ്രീഡിസീസ്ഡ് സൺ ഉണ്ടെങ്കിൽ പ്രീഡിസീസ്ഡ് വിഡോ, പ്രീഡിസീസ്ഡ് സൺ ഇത്രേ പോവുള്ളൂ. അതിന്റെ താഴത്തോട്ട് പോവില്ല. അല്ലെങ്കിൽ പ്രീഡിസീസ്ഡ് സണ്ണിന്റെ സണ്ണ്, പ്രീഡിസീസ്ഡ് സണ്ണിന്റെ വിഡോ,
പ്രീഡിസീസ്ഡ് സണ്ണിന്റെ ഡോട്ടർ. ഓക്കെ, ഇത്രയും പേര് ഇതിന്റെ അകത്ത് വരുള്ളൂ, അതിന്റെ അപ്പുറത്തോട്ട് പോകില്ല. കാരണം ബാക്കിയുള്ള ഹയേഴ്സ് എന്നൊക്കെ പറയുന്നത് പ്രീഡിസീസ്ഡ് സണ്ണിന്റെ സണ്ണാണ്. അപ്പൊ എന്റെ മകനില്ല, മകന്റെ മകൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ മകൻ മരിച്ചുപോയി. അപ്പൊ എന്റെ മകന് ഭാര്യയുണ്ട്, എന്റെ മകന് ഒരു മകനുണ്ട്, എന്റെ മകന് ഒരു മകളും ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? കൺഫ്യൂഷൻ വരും. ഓക്കെ, അപ്പൊ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കുക. എന്നാന്ന് പറയുമ്പോ എല്ലാവരും നിങ്ങളെ തന്നെ വെച്ച് ആലോചിച്ചു, അപ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് ഭാര്യയുണ്ട്, ഉമ്മ ഉണ്ട്, പിന്നെ ഒരു മോളുണ്ട്, മോനില്ല. പക്ഷെ മോന് പകരം മോന്റെ ഭാര്യയുണ്ട്, പിന്നെ മോനൊരു മോനുണ്ട്, മോനൊരു മോളുണ്ട്. അപ്പൊ മൊത്തം ബേസിക്കലി നോക്കുമ്പോ 6 പേരായി. ഭാര്യ, ഉമ്മ, മോള്, പിന്നെ മകനില്ല, മകന്റെ ഭാര്യ, മകന്റെ മകൻ, മകന്റെ മകൾ, 6 പേരായി. അപ്പൊ മൊത്തം ഷെയറിനെ 6ആയിട്ട് വീതിക്കണമോ എന്ന് സംശയം വരാം. ഇവിടെ ഡോക്ട്രിൻ ഓഫ് റെപ്രസെന്റേഷൻ വിൽ ബി അപ്ലൈ ഹിയർ. അതായത് ഒരു മകനോ മകളോ ഡിസീസ്ഡ് ആയി പോയി കഴിഞ്ഞാൽ പ്രീഡിസീസ്ഡ് മകന്റെയോ മകളുടെയോ അനന്തരാവകാശികളിലോട്ട് പ്രോപ്പർട്ടി പോകുമ്പോൾ ഡോക്ട്രിൻ ഓഫ് റെപ്രസെന്റേഷൻ അവിടെ അപ്ലൈ ചെയ്യണം എന്നാണ് റൂൾ. എന്താണ് ഈ ഡോക്ട്രിൻ ഓഫ് റെപ്രസെന്റേഷൻ? ഡോക്ട്രിൻ ഓഫ് റെപ്രസെന്റേഷനിൽ പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഇല്ലാത്തത് കൊണ്ടാണല്ലോ അടുത്ത ആളിലോട്ട് പോകുന്നത്. ഇൻ കേസ് ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾക്ക് എത്ര കിട്ടുമോ അത്രയുമേ അയാളുടെ അനന്തരാവകാശികൾക്ക് മൊത്തത്തിൽ കിട്ടുകയുള്ളൂ. അതായത് അയാൾ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് എത്ര കിട്ടോ ആ ഒരു ഷെയർ മാത്രമേ അയാൾ ഇല്ലാത്ത കാരണം അനന്തരാവകാശികളായിട്ടുള്ള ആളുകൾക്ക് കിട്ടുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ മരിക്കുമ്പോൾ എനിക്ക് 4 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. എനിക്കൊരു മോള്, ഒരു ഭാര്യ, ഒരു അമ്മ, അതേപോലെ തന്നെ മകനില്ല, മകന്റെ മകനുണ്ട്, മകന്റെ മകളുണ്ട്, മകന്റെ ഭാര്യ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? അമ്മക്ക് 1 ലക്ഷം പോകും, ഭാര്യക്ക് 1 ലക്ഷം പോകും, ഡോട്ടറിന് 1 ലക്ഷം പോകും. എന്റെ ഈ മരിച്ചുപോയ മകന്റെ കുടുംബക്കാർക്ക് എല്ലാവർക്കും കൂടി 1 ലക്ഷം. അതായത് അവര് വീതിച്ചെടുക്കണം. അതായത് എന്റെ മരുമോൾക്ക് ആ 1 ലക്ഷം, എന്റെ മരുമോളുണ്ട്, പിന്നെ എന്റെ പേരക്കുട്ടി, ഒരു ആണും ഉണ്ട്, ഒരു പെണ്ണും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം അവര് 3 പേരും കൂടി വീതിച്ചെടുക്കണം. അതായത് എന്താവും? 33,000 രൂപ സംതിങ് വെച്ചിട്ട് ഓരോരുത്തർക്ക് കിട്ടും അവിടെ. ഭാര്യക്ക്, മരുമോൾക്ക് 33,000, മോൻക്ക് 33,000, മോൾക്ക് 33,000. ഈ രീതിയിൽ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ആയി പോകും. അപ്പൊ ഇവിടെ മനസ്സിലാക്കി വെക്കുക, മകനോ മകളോ ഇൻ കേസ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ താഴെ പറയുന്ന പ്രീഡിസീസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ പ്രീഡിസീസ്ഡ് സണ്ണിന്റെ സണ്ണ്, പ്രീഡിസീസ്ഡ് സണ്ണിന്റെ ഡോട്ടർ, പ്രീഡിസീസ്ഡ് ഡോട്ടറിന്റെ സണ്ണ്, പ്രീഡിസീസ്ഡ് ഡോട്ടറിന്റെ ഡോട്ടർ, അങ്ങനെയുള്ള കാറ്റഗറിയിലോട്ടൊക്കെ പോകുമ്പോൾ അവിടെ ഡോക്ട്രിൻ ഓഫ് റെപ്രസെന്റേഷൻ അപ്ലൈ ആകും. അതായത് അവര് ജീവിച്ചിരുന്നെങ്കിൽ അവർക്ക് എത്ര കിട്ടോ ആ ഒരു തുക മാത്രമേ സബ്ഡിവൈഡഡ് ആയിട്ട് അവര് ജീവിക്കാത്തത് കൊണ്ട് അവരുടെ അനന്തരാവകാശികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കിട്ടേണ്ട എമൗണ്ട് മാത്രമേ ബാക്കി എല്ലാവർക്കും കൂടെ കിട്ടുള്ളൂ. അത് വീണ്ടും സബ്ഡിവൈഡഡ് ആയിട്ടാണ് കിട്ടുന്നത്. ഓരോരുത്തരെയും ഓരോ ഷെയർ കൊടുക്കാൻ പറ്റൂല എന്നുള്ള ഒരു പോയിന്റ് ഇവിടെ നോക്കി വെക്കുക. ഇത്തരം കാര്യങ്ങളാണ് ബേസിക്കലി ഇവിടെ പറയാനുള്ളത്. തല ഇങ്ങനെ പെരുത്ത് കയറുന്നുണ്ടാവും, ബുദ്ധിമുട്ടായി എന്നുണ്ട്, മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നുകൂടെ കേൾക്കുക. ഇത് ഇച്ചിരി ഇങ്ങനെ കുഴപ്പിക്കുന്ന ഭാഗമാണ്. ഓക്കെ, പ്രോബ്ലം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അപ്പൊ മകൻ, മകള്, ഭാര്യ, അമ്മ, അച്ഛനില്ലാട്ടോ, മരിച്ചുപോയ മകന്റെ മകൻ, മരിച്ചുപോയ മകന്റെ മകള്, പിന്നെ മരിച്ചുപോയ മകളുടെ മകൻ, മരിച്ചുപോയ മകളുടെ മകള്, മരിച്ചുപോയ മകന്റെ മകന്റെ മകൻ, മരിച്ചുപോയ മകന്റെ മകന്റെ മകള്, അങ്ങനെ കുറെ ആളുകളുണ്ട്. ആരൊക്കെയാണെന്നുള്ളത് നന്നായിട്ട് പഠിക്കുക. 18 പേരുണ്ട്. ഒറിജിനലി 2005 വരെ 1956 ആക്ടില് 12 പേരുണ്ടായിരുന്നുള്ളൂ. 2005 വീണ്ടും 4 പേരെ കയറ്റിയത് കൊണ്ട് രണ്ട് രീതിയിലുള്ള പ്രയോജനമല്ല, രണ്ട് രീതിയിലുള്ള കാര്യങ്ങളുണ്ടായി. ഒന്ന്, കൂടുതൽ ആളുകൾക്ക് ഇൻഹെറിറ്റൻസ് കിട്ടി, പിന്നെ നമ്മളെപ്പോലുള്ള ലോ സ്റ്റുഡൻസിന് കൂടുതൽ ആളുകളെ പറ്റി പഠിക്കേണ്ടതായിട്ടും വന്നു എന്നുള്ളതാണ്. ഓക്കെ, ഓൾ ഓഫ് ദം വിൽ ഇൻഹെറിറ്റ് സൈമൾട്ടണസ്ലി. ഇവർക്ക് എല്ലാവർക്കും ഒരേപോലെ കിട്ടും. അതായത് അമ്മ ഉള്ളത് കൊണ്ട് ഭാര്യ കിട്ടൂല അങ്ങനെയൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും സൈമൾട്ടണസ്ലി കിട്ടും. ഈവൻ ഇഫ് എനി ഓഫ് ദി ദം ഇസ് പ്രസന്റ്, then the property will not go to the class 2 hires. ഇവിടെ ഒരാളുണ്ടെങ്കിൽ ക്ലാസ് 2 ഹയേഴ്സിലോട്ട് പോകില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫ് നോക്കിക്കേ. അൺടിൽ ദി ഹിന്ദു സക്സഷൻ അമെന്റ്മെന്റ് ആക്ട് 2005, the class 1 hires consisted of 12 hires. 12 ഹയേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. 8 of which were females and 4 were males. 8 സ്ത്രീകളും 4 പുരുഷന്മാരും. But after the 2005 fifth amendment, 4 new hires were added, out of which 11 are female and 5 are male. ഇങ്ങനെ മൊത്തം 16 മാറുകയുണ്ടായി എന്നുള്ള പോയിന്റും നോട്ട് ചെയ്യുക. അപ്പൊ സെക്ഷൻ 8ലാണ്
4 രീതിയിലുള്ള ആളുകളെ പറ്റി പറയുന്നത് അതിന്റെ ക്ലോസ് 1 ക്ലാസ് 1 ഹയറിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ നോക്കി. അത് 2 ഭാര്യമാരുണ്ടെങ്കിൽ എന്താണ് നിയമം എന്ന് നമ്മൾ നോക്കി. 3 ആൺമക്കൾ ഉണ്ടെങ്കിൽ എന്താണ് നിയമം എന്നുള്ളത് നോക്കി. ആൺമക്കൾ മരിച്ചു പോയിട്ടുണ്ട്, പെൺമക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഡോക്ട്രിൻ ഓഫ് റെപ്രസെന്റേഷൻ എങ്ങനെ അപ്ലിക്കബിൾ ആകും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി. ഇനിയാണ് ക്ലാസ് 2 ഹയേഴ്സ്. അതായത് ഈ ഒരു കാറ്റഗറിയും കൂടി പറഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങളായിട്ട് തന്നെ ഊഹിച്ച് അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നു നോക്കും. ക്ലാസ് 2 ഹയേഴ്സ് എന്ന് പറയുമ്പോൾ ക്ലാസ് 1 ഹയറിൽ ആരുമില്ല. അതായത് ഈ പറയപ്പെട്ടുള്ള മകന്റെ മകളില്ല, മകളുടെ മകനില്ല, ആരുമില്ല. ഓക്കെ, ആരുമില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് 2 ഹയേഴ്സിലോട്ട് ആ പ്രോപ്പർട്ടി വരും. ക്ലാസ് 2 ഹയേഴ്സിന് എല്ലാവർക്കും ഒരു 9ഓളം കാറ്റഗറി പീപ്പിളെ പറയും. എല്ലാവർക്കും അവിടെ പറഞ്ഞതുപോലെ സൈമൾട്ടനസ്ലി അല്ല, ഇവിടെ കാറ്റഗറി വൈസ് ആണ്. ആദ്യത്തെ കാറ്റഗറിയിലുള്ള ആളുണ്ടെങ്കിൽ ആദ്യത്തെ കാറ്റഗറിയിലെ ആൾക്ക് പ്രോപ്പർട്ടി ഫുള്ള് പോകും. ആളില്ലെങ്കിൽ സെക്കൻഡ് കാറ്റഗറിയിലുള്ള ആളിലോട്ട് വരും. അയാളില്ലെങ്കിൽ തേർഡ് കാറ്റഗറിയിലോട്ട് വരും. ഇങ്ങനെ ഒരു ഓർഡർ വൈസ് ആയിരിക്കും ഇവിടെ നടക്കുക. കാറ്റഗറി 1 പറയുന്നത് ആദ്യം തന്നെ അച്ഛനാണ്. നേരത്തെ പറയപ്പെട്ടുള്ള ആരും ഇല്ലെങ്കിൽ അച്ഛന് പ്രോപ്പർട്ടി പോകും. കാറ്റഗറി 1 അച്ഛനാണ്. കാറ്റഗറി 2 പറയുന്നത് ആൺമകനില്ല എന്നാണെങ്കിൽ ആൺമകന്റെ മകളുടെ മകൻ, ആൺമകന്റെ മകളുടെ മകള്, അല്ലെങ്കിൽ സഹോദരൻ സിസ്റ്റർ. ഈ പറയപ്പെട്ടുള്ള 4 പേരാണ് കാറ്റഗറി 2. അപ്പോ ഞാൻ മരിച്ചു പോയപ്പോ എനിക്ക് ആരുമില്ല. നേരത്തെ പറയപ്പെട്ടുള്ള ആരും അച്ഛനും അമ്മയും ഭാര്യയും അങ്ങനെ ആരുമില്ല. ആകെയുള്ളത് ഒരു ബ്രദറും സിസ്റ്ററും ആണെന്നുണ്ടെങ്കിൽ കാറ്റഗറി 2 ആണ് അവർ രണ്ടുപേരും. സോ അവർക്ക് രണ്ടുപേർക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതായത് എന്റെ 1,00,000 രൂപ 50,000 വെച്ച് അവർക്ക് രണ്ടുപേർക്കും കിട്ടും. ഇനി സപ്പോസ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് അച്ഛനുണ്ട്, എന്റെ സഹോദരനും സഹോദരിയും ഉണ്ട്, വേറെ ആരുമില്ല. അപ്പൊ പ്രോപ്പർട്ടി ആർക്ക് പോകും? നിങ്ങൾ ഉത്തരം പറയാൻ നോക്കുക. ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്കൊരു അച്ഛനുണ്ട്, സഹോദരനുണ്ട്, പ്രോപ്പർട്ടി ആർക്കും? ഒബ്വിയസ്ലി അച്ഛന് പോകും. കാരണം കാറ്റഗറി 1 പ്രിഫറൻസ് കിട്ടും. കാറ്റഗറി 2 ബ്രദർ ആൻഡ് സിസ്റ്റർ വരുന്നത്. അപ്പോ അച്ഛന് തന്നെ പ്രോപ്പർട്ടി പോകും. ഇനി ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് അച്ഛനും അമ്മയുണ്ട്, ബ്രദറും സിസ്റ്ററും ഉണ്ട്, വേറെ ആരുമില്ല. അപ്പൊ ഒബ്വിയസ്ലി ആർക്ക് പോകും? അമ്മക്ക് പോകും. അമ്മ ഹയർ 1 ആണ്, ക്ലാസ് 1 ആളാണ്. അപ്പൊ പിന്നെ ക്ലാസ് 2 വരെ പോലും ചെയ്യണ്ട. അപ്പൊ അമ്മ ഇല്ലെങ്കിൽ ഫാദറിന് പോകും, ഫാദർ ഇല്ലെങ്കിൽ ബ്രദർ ആൻഡ് സിസ്റ്റർ, സൺസ് ഡോട്ടേഴ്സ് സണ്ണ്, സൺസ് ഡോട്ടേഴ്സ് ഡോട്ടറിന് പോകും. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഡോട്ടേഴ്സിന്റെ സണ്ണിന്റെ സണ്ണ്, ഡോട്ടേഴ്സിന്റെ സണ്ണിന്റെ ഡോട്ടർ, ഡോട്ടേഴ്സിന്റെ ഡോട്ടറിന്റെ സണ്ണ്, ഡോട്ടേഴ്സിന്റെ ഡോട്ടറിന്റെ ഡോട്ടർ. അതായത് പെൺമക്കളുടെ ആൺമക്കളുടെ മകൻ, എന്റെ മോളുടെ മോനല്ല കേട്ടോ, മോളുടെ മോൻ അവിടെ ഓൾറെഡി ക്ലാസ് 1 വരും. മോളുടെ മോന്റെ മോൻ, അല്ലെങ്കിൽ മോളുടെ മോന്റെ മോൻ, അല്ലെങ്കിൽ മോളുടെ മോന്റെ മോൻ, അല്ലെങ്കിൽ മോളുടെ മോന്റെ മോള്, അല്ലെങ്കിൽ മോളുടെ മോള്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇത് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ ഇമാജിൻ ചെയ്ത് പഠിക്കണം, അല്ലാതെ രക്ഷയില്ല. ഇനി ഇവരൊന്നും ഇല്ലാന്നാണെങ്കിൽ കാറ്റഗറി 4 ബ്രദേഴ്സിന്റെ സണ്ണ്, സിസ്റ്റേഴ്സിന്റെ സണ്ണ്, ബ്രദേഴ്സിന്റെ ഡോട്ടർ, സിസ്റ്റേഴ്സിന്റെ ഡോട്ടർ. അതായത് നമ്മുടെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സിന്റെ ഡോട്ടർ ആൻഡ് സണ്ണാണ് അവിടെ പറയുന്നത്, കാറ്റഗറി 4. ഇനി കാറ്റഗറി 4 ഇല്ലാന്നാണെങ്കിൽ കാറ്റഗറി 1 ആരാണ്? അച്ഛൻ. കാറ്റഗറി 2 ആരൊക്കെയാണ്? ബ്രദർ, സിസ്റ്റർ, അതേപോലെ തന്നെ സണ്ണിന്റെ ഡോട്ടറിന്റെ സണ്ണ്, സണ്ണിന്റെ ഡോട്ടറിന്റെ ഡോട്ടർ. പിന്നെ കാറ്റഗറി 3 നമ്മൾ ആരൊക്കെയാ പഠിച്ചത്? ഡോട്ടറിന്റെ സണ്ണിന്റെ സണ്ണ്, ഡോട്ടറിന്റെ സണ്ണിന്റെ ഡോട്ടർ, ഡോട്ടറിന്റെ ഡോട്ടറിന്റെ ഡോട്ടർ, ഡോട്ടറിന്റെ ഡോട്ടറിന്റെ സണ്ണ്. കാറ്റഗറി 4 പറഞ്ഞത് ബ്രദറിന്റെയും സിസ്റ്ററിന്റെയും സൺ ആൻഡ് ഡോട്ടർ. കാറ്റഗറി 5 ഫാദറിന്റെ ഫാദറും ഫാദറിന്റെ മദറും, വല്യുപ്പയും വല്യുമ്മയും, മുത്തച്ഛനും മുത്തശ്ശിയും. കാറ്റഗറി 6 വരുന്നത് ഫാദേഴ്സ് വിഡോ, ബ്രദേഴ്സ് വിഡോ. ഓക്കെ, ഫാദറിന്റെ വിഡോയും ബ്രദറിന്റെ വിഡോയും, ബ്രദറിന്റെ വൈഫ്, ബ്രദർ ഇല്ല, ബ്രദർ മരിച്ചുപോയി എങ്കിൽ ബ്രദറിന്റെ ഭാര്യ, ഫാദറിന്റെ വീടോ, ഫാദർ മരിച്ചുവെങ്കിൽ ഫാദറിന്റെ വീടോ, ഫാദറിന്റെ വീടോ അപ്പൊ ഉമ്മയല്ലേ. മദർ ഫസ്റ്റ് ക്ലാസ് 1 വന്ന്. ഇത് ഇൻ കേസ് ഫാദറിന് വേറൊരു ഭാര്യ കൂടി ഉണ്ടായിരുന്നു വിചാരിക്കുക എങ്കിലുള്ള കാര്യമാണ്. ഫാദറിന്റെ വീടോ ആയിട്ടുള്ള ആള്, അല്ലെങ്കിൽ ബ്രദറിന്റെ ഭാര്യ, ബ്രദർ ഇല്ലെങ്കിൽ ബ്രദറിന്റെ ഭാര്യ, ബ്രദർ ഉണ്ടെങ്കിൽ ബ്രദറിനല്ലേ പോളും. ഇപ്പൊ ഇമാജിൻ ചെയ്യും, ഞാൻ മരിച്ചുപോയി, അപ്പൊ എന്റെ ബ്രദർ ഉണ്ട്, എന്റെ ബ്രദറിന്റെ ഭാര്യ ഉണ്ട്, അപ്പൊ ഒബ്വിയസ്ലി എന്റെ പ്രോപ്പർട്ടി പോകുന്നത് ബ്രദറിനാണ്. കാരണം പുള്ളിക്കാരൻ തേർഡ് കാറ്റഗറിയിൽ വരുന്ന ആളല്ലേ, സോറി സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന ആളാണ്. ബ്രദറിന്റെ വീടോ ഫാദറിന്റെ വീടോ ഒക്കെയാണ് 6 വരുന്നത്. 7 വരുന്നത് ഫാദറിന്റെ ബ്രദറും ഫാദറിന്റെ സിസ്റ്ററും ആണ്. അമ്മായിയും കൊച്ചാപ്പയും അങ്ങനത്തെ ആൾക്കാർ, മുത്താപ്പ, അമ്മായി, അവരൊക്കെയാണ് 7 വരുന്നത്. 8 വരുന്നത് മദറിന്റെ ഫാദറും മദറിന്റെ മദറും. 9 വരുന്നത് മദറിന്റെ ബ്രദറും മദറിന്റെ സിസ്റ്ററും. അപ്പൊ ഏറ്റവും ലാസ്റ്റത്തെ കാറ്റഗറിയിലാണ് ഈ മാമന്മാരൊക്കെ ഉള്ളത്. ഓക്കെ, മദറിന്റെ ബ്രദർ.
ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ മാമക്ക് ഒരു ഇത് കിട്ടണമെങ്കിൽ ക്ലാസ് 1 ആരും ഉണ്ടാവാൻ പാടില്ല, ക്ലാസ് 2 അകത്തുള്ള കാറ്റഗറി 8 വരെ ഉണ്ടാവാൻ പാടില്ല. എന്റെ അച്ഛന്റെ ഫാമിലിയിൽ ആരും ഇല്ലെങ്കിലല്ലേ ലാസ്റ്റ് എന്റെ അമ്മയുടെ അമ്മ ഉണ്ടെങ്കിൽ അമ്മയുടെ അമ്മക്കേ പോകുള്ളൂ, അമ്മയുടെ അച്ഛൻ ഉണ്ടെങ്കിൽ അമ്മയുടെ അച്ഛന് പോകും. അതാണ് 8. ഏറ്റവും ലാസ്റ്റ് ആണ് അമ്മയുടെ ബ്രദർ ആൻഡ് സിസ്റ്റർ പോകുന്നത്. അപ്പൊ നമ്മൾ ക്ലാസ് 2 ഹയേഴ്സിൽ ഫസ്റ്റ് അച്ഛനെ നോക്കി, സെക്കൻഡ് നമ്മൾ ആരൊക്കെ നോക്കിയത്? സണ്ണിന്റെ ഡോട്ടറിന്റെ സണ്ണും സണ്ണിന്റെ ഡോട്ടറിന്റെ ഡോട്ടറും. അതേപോലെ തന്നെ സണ്ണിന്റെ സണ്ണല്ല കേട്ടോ, അത് അവിടെ ക്ലാസ് 1 ആണ്. സണ്ണിന്റെ ഡോട്ടറിന്റെ സണ്ണും സണ്ണിന്റെ ഡോട്ടറിന്റെ ഡോട്ടറും. അതേപോലെ തന്നെ ബ്രദർ ആൻഡ് സിസ്റ്റർ. ഇത്രയും പേരാണ് 2 അകത്തുള്ളത്. 3 അകത്തുള്ളത് ഡോട്ടറിന്റെ സണ്ണിന്റെ സണ്ണ്, ഡോട്ടറിന്റെ സണ്ണിന്റെ ഡോട്ടർ, ഡോട്ടറിന്റെ ഡോട്ടറിന്റെ ഡോട്ടർ, ഡോട്ടറിന്റെ ഡോട്ടറിന്റെ സണ്ണ്. അതാണ് 3 നോക്കിയത്. 4 നോക്കിയത് ബ്രദർ ആൻഡ് സിസ്റ്ററിന്റെ സണ്ണും ഡോട്ടറും. 5 നോക്കിയത് ആരാ? ഫാദറും ഫാദറിന്റെ മദറും. 6 നോക്കിയത് ഫാദറിന്റെ വീടോ അതേപോലെ തന്നെ ബ്രദറിന്റെ വീടോ. 7 നോക്കിയത് ഫാദറിന്റെ ബ്രദർ അതേപോലെ തന്നെ ഫാദറിന്റെ സിസ്റ്റർ. പിന്നെ 8 നോക്കിയത് മദറിന്റെ ഫാദർ, മദറിന്റെ മദർ. 9 നോക്കിയത് മദറിന്റെ ബ്രദർ, മദറിന്റെ സിസ്റ്റർ. ഓക്കെ, അപ്പൊ ഇത്രയും പേരാണ് ക്ലാസ് 2 ഉള്ളത്. ഒരാളും മരിച്ചു, ഈ ക്ലാസ് 1 ഹയേഴ്സും ഇല്ല, അയാൾക്ക് ക്ലാസ് 2 ഹയേഴ്സും ഇല്ല എങ്കിൽ, if no one from the class 1 hires takes the property, then class 2 hires fall in the line to get the property. class 1 hires ഇല്ലെങ്കിൽ ക്ലാസ് 2 പോകും. ഇനി ക്ലാസ് 2 ഇല്ല എങ്കിൽ then class 3 hires, ക്ലാസ് 3 വരും. this consists of the agnates of deceased. അഗ്നേറ്റുകൾ ആണ് ഇവിടെ പറയുന്നത്. അതായത് അഗ്നേറ്റ്, ഉദാഹരണത്തിന് ഇവരാരും ഇല്ല, എന്റെ അച്ഛന്റെ അച്ഛന്റെ അനിയന്റെ മകന്റെ മകൻ. ഇത് ക്ലാസ് 1 അല്ല ക്ലാസ് 2 അല്ല. എന്റെ അച്ഛന്റെ അച്ഛൻ, എന്റെ മുത്തശ്ശൻ, എന്റെ വെല്ലുപ്പാടെ അനിയന്റെ മകന്റെ മകൻ. അപ്പൊ ക്ലാസ് 1 ആരും ഇല്ല, 2 ഇല്ലെങ്കിൽ ഞാനും അവനും തമ്മിലുള്ള റിലേഷൻ എന്താ? അഗ്നേറ്റ് ആയിരിക്കണം. കാരണം അവന്റെ അച്ഛന്റെ അച്ഛന്റെ അനിയന്റെ അച്ഛൻ മകന്റെ മകനാണ് ഞാൻ അവനൊരു റിലേഷൻ ഉണ്ട്, ഞങ്ങൾക്ക് ഇടയിലുള്ള കണ്ണികൾ എല്ലാവരും മെയിൽസ് ആണ്. സോ ഐ ആൻഡ് ഹിം ബിറ്റ്വീൻ റിലേഷൻ എന്നുള്ളത് ത്രൂ ഹോളി ത്രൂ മെയിൽസ് ആണ്. അപ്പൊ ഞാൻ അവന് അഗ്നേറ്റ് ആണ്. സോ തേർഡ് പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു അഗ്നേറ്റ്. അവനല്ല അവള്, എന്റെ അച്ഛന്റെ വെല്ലുപ്പാടെ അനിയന്റെ മകന്റെ മകളാണെങ്കിൽ പോലും അവളും എന്റെ അഗ്നേറ്റ് ആയിരിക്കോളും. ഞാനും അവളാകട്ടെ അവനാകട്ടെ, നമ്മൾ രണ്ടുപേരും, അത് ആരും ആയിക്കോട്ടെ, ആണാവട്ടെ, അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ ആണെങ്കിൽ ഫീമെയിലിന്റെ സക്സഷൻ ആണ്. സോറി, ഫീമെയിലിന്റെ കാര്യം ഇവിടെ വരുന്നില്ല, ഫീമെയിൽ അടുത്ത വഴി. ഒരു മെയിൽ, ഞാൻ മെയിലാണ്, ആ ഒരു ഓപ്പോസിറ്റ് പേഴ്സൺ ഫീമെയിൽ ആകട്ടെ മെയിൽ ആകട്ടെ, ആ ഒരാളിനെ കൂട്ടണ്ട. ഞങ്ങൾക്ക് ഇടയിലുള്ള ആളുകൾ മെയിൽ ആയി കഴിഞ്ഞാൽ അവര് അഗ്നേറ്റ് റിലേഷൻ പറയും. അപ്പോ അഗ്നേറ്റിന് കിട്ടും. തേർഡ് പ്രിഫറൻസ് അഗ്നേറ്റിനാണ്, അഗ്നേറ്റിനായിരിക്കും തേർഡ് കിട്ടുക. ഫോർത്ത് ആണ് കൊഗ്നേറ്റിന് കിട്ടുക. ഓക്കെ, ഫോർത്ത് ക്ലാസ് 4 ഹയേഴ്സ് അഗ്നേറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് പ്രിഫറൻസ് കൊഗ്നേറ്റിന് കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, therefore to sum up it can be said, മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് ഒന്നുകൂടെ വിശദീകരിക്കണം. ക്ലാസ് 1 ഹയറിന് ആദ്യം പോകും, ഇല്ലെങ്കിൽ ക്ലാസ് 2 പോകും. ക്ലാസ് 2 9 കാറ്റഗറി ഉണ്ട്, 9 കാറ്റഗറി ഇല്ലാന്നുണ്ടെങ്കിൽ ക്ലാസ് 3 അഗ്നേറ്റിന് പോകും. അഗ്നേറ്റ് ഇല്ലാന്നാണെങ്കിൽ കൊഗ്നേറ്റിന് പോകും. കൊഗ്നേറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് നമ്മുടെ ലാസ്റ്റ് ഒരു 19 സംതിങ് സെക്ഷനിൽ പറയുന്നുണ്ട്, പ്രോപ്പർട്ടി ഗവൺമെന്റിന് പോകും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നമുക്ക് അവിടെ എത്തുമ്പോൾ നോക്കാം. ഇത്രയും കാര്യങ്ങളാണ് മേജർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാനുള്ളത്. ഇനി ഒരു എക്സാമ്പിൾ പറയാം. ഉദാഹരണത്തിന് ഞാൻ മരിച്ചുപോയി, എന്റെ പ്രോപ്പർട്ടി, എനിക്ക് അച്ഛനുണ്ട്, ഭാര്യയുണ്ട്, 2 ആൺമക്കളുണ്ട്. എന്റെ പ്രോപ്പർട്ടി 1 ലക്ഷം രൂപയാണ്. നിങ്ങൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? 2 ആൺമക്കളുണ്ട്, ഭാര്യയുണ്ട്, അച്ഛനുണ്ട്. അച്ഛനെ ആദ്യം പുറത്താക്കണം. അച്ഛൻ ക്ലാസ് 2 ആണ്, ക്ലാസ് 1 ഹയേഴ്സ് ആണ്. ഭാര്യ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ ക്ലാസ് 1 ആണെങ്കിൽ ക്ലാസ് 2 അങ്ങ് മൊത്തത്തിൽ പുറത്താക്കുക. ക്ലാസ് 2 ഒന്നും കിട്ടൂല, മാറ്റിയേക്കുക. ക്ലാസ് 1 ആയിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. ക്ലാസ് 1 എന്റെ ഭാര്യയും 2 ആൺമക്കളും അല്ലേ, അപ്പൊ അവര് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കണം. 1/3 വെച്ച് കൊടുക്കണം. 33,000 രൂപ വെച്ച് ഓരോരുത്തർക്ക് കൊടുക്കും. എനിക്ക് 2 ഭാര്യമാരുണ്ടെന്ന് വിചാരിക്കുക. ഒരാളെ ഞാൻ എറണാകുളത്ത് നിന്നും കെട്ടിയിട്ടുണ്ട്, ഒരാളെ ഞാൻ അവിടെ മലപ്പുറത്ത് നിന്നും കെട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര പോവും? എനിക്ക് 2 ആൺമക്കളും ഉണ്ട്, അപ്പൊ മൊത്തം 4 പേരായല്ലോ. അപ്പൊ 4 പേരിന്റെ അകത്ത് 1/4 ആയിട്ട് ഡിവൈഡ് ചെയ്യണോ അതോ 1/3 ആയിട്ടാണോ? 1/3 ആയിട്ട് ചെയ്യണം. നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഭാര്യമാര് ഒന്നിലധികം ഉണ്ടെങ്കിൽ മൊത്തത്തിൽ ഭാര്യ എന്ന വിഭാഗത്തിന് ഒരു ഷെയർ കൊടുത്താൽ മതി, അവര് സബ് ഡിവൈഡ് ചെയ്തോളും. അതായത് ആൺമക്കൾക്ക് 33,000 വെച്ച് തന്നെ കൊടുക്കണം,
എന്നിട്ട് ബാക്കിയുള്ള 33,000 ആ രണ്ട് ഭാര്യക്കും കൂടി ആയിട്ട് കൊടുക്കണം. അവർ തമ്മിൽ അത് വീണ്ടും സബ് ഡിവൈഡ് ചെയ്യണം. 33,000ത്തിന്റെ പകുതി എന്ന് പറയുമ്പോൾ 17 അല്ലെങ്കിൽ 16 സംതിങ്ങോളം വരും. അത് അവർ ഓരോരുത്തർ വെച്ചെടുത്തോളും. ഇതാണ് ഇതിന്റെ ഒരു ബേസിക്കലി പറയാനുള്ള കാര്യം. അപ്പൊ കാറ്റഗറി 2, കാറ്റഗറി 1 സണ്ണ്, ഡോട്ടർ, പിന്നെ വിഡോ, മദർ, പ്രീഡിസീസ്ഡ് സണ്ണ്, പ്രീഡിസീസ്ഡ് സണ്ണിന്റെ സണ്ണ്, പ്രീഡിസീസ്ഡ് സണ്ണിന്റെ ഡോട്ടർ, പ്രീഡിസീസ്ഡ് സണ്ണിന്റെ സണ്ണിന്റെ സണ്ണ്, പ്രീഡിസീസ്ഡ് സണ്ണിന്റെ സണ്ണിന്റെ ഡോട്ടർ, പ്രീഡിസീസ്ഡ് ഡോട്ടറിന്റെ സണ്ണ്, പ്രീഡിസീസ്ഡ് ഡോട്ടറിന്റെ ഡോട്ടർ, പ്രീഡിസീസ്ഡ് ഡോട്ടറിന്റെ പ്രീഡിസീസ്ഡ് സണ്ണിന്റെ സണ്ണ്, പ്രീഡിസീസ്ഡ് ഡോട്ടറിന്റെ പ്രീഡിസീസ്ഡ് സണ്ണിന്റെ ഡോട്ടർ. അങ്ങനെ ഒരു 10-16ഓളം കാറ്റഗറി നമ്മൾ നോക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ ഡോക്ടറിൻ ഓഫ് റെപ്രസെന്റേഷന്റെ കാര്യവും ഈ പോയിന്റ്സും ഇതെല്ലാം കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതി വെക്കുക. ഓക്കെ. സെക്ഷൻ 12, സെക്ഷൻ 13 ഒരു 3 റൂളും സെക്ഷൻ 13 ഉണ്ട്. ഇത് അഗ്നേറ്റ് ആൻഡ് കൊഗ്നേറ്റിന്റെ കാര്യം പറയുന്ന ഒരു ഏരിയയാണ്. അഗ്നേറ്റ് ആൻഡ് കൊഗ്നേറ്റിന്റെ അകത്ത് ഒന്നിലധികം അഗ്നേറ്റ് വന്ന ആർക്ക് കൊടുക്കണം, അത് പറയുന്ന ഒരു ഏരിയയാണ്. ഇത് സെപ്പറേറ്റ് വിശദീകരിക്കേണ്ട ഒരു ഏരിയയാണ്. ഇത് നിങ്ങൾക്ക് നോക്കണം. ഇത് വേറൊരു സെഷനിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലാസ് 1 ഹയർ, 2 ഹയർ, 3 ഹയർ, 4 ഹയർ. ബേസിക്കലി ഇത് മനസ്സിലാക്കി വെക്കുക. ഇത് മനസ്സിലാക്കൽ ഇതും അതും കൂടി എല്ലാം കൂടി ഇതായി കഴിഞ്ഞാൽ മൊത്തത്തിൽ പോകും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ സെഷനിൽ ഇത് വേണ്ട. സക്സഷൻ ഓഫ് ഹിന്ദു ഫീമെയിൽ. ഇനി സ്ത്രീയുടെ നോക്കാം. മെയിലിന്റെ കഴിയും. സ്ത്രീയുടേത് ഇത്ര വലിയ പാടില്ല കേട്ടോ. സ്ത്രീയുടേത് വിത്ത് ദി കമ്മിങ് ഓഫ് ദി ഹിന്ദു സക്സഷൻ ആക്ട് 2005 മുതൽ സ്ത്രീകൾക്ക് പ്രോപ്പർട്ടി കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അപ്പോ സ്ത്രീയുടെ അനന്തരാവകാശം എങ്ങനെയാ പോകുന്നത് സെക്ഷൻ 14 പറയുന്നത്. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോറി, സെക്ഷൻ 15 പറയുന്നത് സ്ത്രീയുടെ ഇൻഹെറിറ്റൻസ് പോകുന്നത് താഴെ പറയുന്ന രീതിയിലായിരിക്കും. ഇന്റർസ്റ്റേറ്റ് സ്ത്രീ ആണെങ്കിൽ ആദ്യം പോകുന്നത് ത്രൂ ദി സൺസ് ആൻഡ് ഡോട്ടേഴ്സ് വിച്ച് വുഡ് ഓൾസോ ഇൻക്ലൂഡ് ദി ചിൽഡ്രൻ ഓഫ് എ പ്രീഡിസീസ്ഡ് സൺ ഓർ പ്രീഡിസീസ്ഡ് ഡോട്ടർ ആൻഡ് ദി ഹസ്ബൻഡ്. അതായത് ആൺമക്കള്, പെൺമക്കള്, ഇനി ആൺമക്കളോ പെൺമക്കളോ ഇല്ല എങ്കിൽ മരിച്ചുപോയ പെൺമക്കളുടെ മക്കള് അല്ലെങ്കിൽ മരിച്ചുപോയ ആൺമക്കളുടെ മക്കള്. ഓക്കെ. അതേപോലെ തന്നെ ഹസ്ബൻഡ്. ഇവരാണ് കാറ്റഗറി 1. ഇവർക്ക് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കണം. അതായത് ഉദാഹരണത്തിന് ഒരു സ്ത്രീ ഇപ്പൊ ഷഹദയാണ് മരിച്ചു പോകുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഷഹദ എന്ന് പറയുന്ന ആൾക്ക് ഒരു ഭർത്താവുണ്ട്, ഒരു ആൺമകനുണ്ട്, മകള് മരിച്ചുപോയി, മകളിന് 2 കുട്ടികളുണ്ട് എന്നുണ്ട് വിചാരിക്കാം. അപ്പൊ നോക്കിക്കേ, ഭർത്താവുണ്ട്, ഒരു മകനുണ്ട്, 2ആയി, മകളില്ല, മകളിന് 2 മക്കളുണ്ട്, മൊത്തം 4ആയി. പക്ഷേ ഷഹദയുടെ ഷെയർ 3ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. ഭർത്താവിന് ഒരു ഷെയർ, മകനൊരു ഷെയർ, മകൾക്കൊരു ഷെയർ. നമ്മൾ ഡോക്ടർ ഓഫ് റെപ്രസെന്റേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് ഒരാളില്ല എങ്കിൽ അയാൾ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് എത്ര കിട്ടോ ആ ഒരു റെപ്രസെന്റേഷൻ ആയിരിക്കും അയാൾ ഇല്ലാത്തത് കൊണ്ട് കിട്ടാൻ പോകുന്ന ആളുകൾക്ക് കിട്ടേണ്ടത്. അയാൾ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് എത്ര കിട്ടോ അതേ കിട്ടുള്ളൂ. അത് വീണ്ടും സബ് ഡിവൈഡ് ആവണം. അപ്പൊ 3ആയിട്ട് ഷഹദ മരിച്ചു പോകുമ്പോൾ ഷഹദക്ക് 3 ലക്ഷം ഉണ്ടെങ്കിൽ ഭർത്താവിന് 1 ലക്ഷം പോകും, മകന് 1 ലക്ഷം പോകും. ഷഹദയുടെ മകളുടെ 2 മക്കളുണ്ടല്ലോ, അവർക്ക് ഓരോരുത്തർക്കും 50,000 രൂപ വെച്ച് കിട്ടും. ഇതാണ് ക്ലാസ് 1 ഹയർ. ക്ലാസ് 1 അല്ല, റൂൾ നമ്പർ 1 എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോ ഇവരുണ്ടെങ്കിൽ വേറെ ആർക്കും പോകില്ല. ഇവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഈ ഭർത്താവ് മാത്രമേ ഉള്ളൂ, ബാക്കി ആരും ഇല്ലെങ്കിൽ ഭർത്താവിന് ഫുൾ എമൗണ്ട് പോകും. ഇനി ഇവരാരും ഇല്ലാന്നാണെങ്കിൽ സെക്കൻഡ് ഓൺ ഹയേഴ്സ് ഓഫ് ഹസ്ബൻഡ്. ശ്രദ്ധിക്കണം, ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മക്കൊന്നും ഇപ്പൊ കിട്ടൂല കേട്ടോ. അച്ഛനും അമ്മയൊക്കെ ലാസ്റ്റ് ആണ് നോക്കാതെ. അതായത് ലാസ്റ്റ് അല്ല, അതിനുശേഷമാണ്. ഭർത്താവ് ഇല്ലെങ്കിൽ ഭർത്താവിന്റെ ഹയേഴ്സിന് പോകും. ഭർത്താവിന്റെ ഹയേഴ്സ് എന്ന് പറയുമ്പോൾ ഭർത്താവിന് ക്ലാസ് 1 ഉണ്ട്, ക്ലാസ് 2 ഉണ്ട്, ക്ലാസ് അഗ്നേറ്റ് ഉണ്ട്, കൊഗ്നേറ്റ് ഉണ്ട്. ഭർത്താവിന് ഇഷ്ടം പോലെ ഹയേഴ്സ് ഉണ്ട്. ഭർത്താവിന്റെ ഒരാണിന്റെ ഹയേഴ്സ്, ഒരു മെയില് മരിച്ചു കഴിഞ്ഞാൽ മെയിലിന്റെ ഹയേഴ്സ് ആരൊക്കെ നമ്മൾ പഠിച്ചു. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4. അപ്പൊ 2 പറയുന്നത് ഭർത്താവിന്റെ ഹയേഴ്സിന് പോകുന്നുള്ളതാണ്. ഇനി ഭർത്താവിന് ആരുമില്ലാത്ത ഒരാളെ, അതായത് ഷഹദ എന്താ ചെയ്തത്? ഷഹദ അഫ്ഗാനിസ്ഥാനിൽ എവിടെയെങ്കിലും പോയാണ് കല്യാണം കഴിച്ചത്. സോറി, ഒരു അഫ്ഗാനിസ്ഥാൻകാരനുമായിട്ട് എന്ത് ചെയ്തു? ഏതെങ്കിലും വല്ല അമേരിക്കയിൽ പോയിട്ടാണ് ജീവിക്കുന്നത്. ഈ അഫ്ഗാനിസ്ഥാനിക്കാരന് മക്കൾ, അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരാളായിരുന്നു. അയാൾക്ക് പിന്നെ കുടുംബവും കാര്യങ്ങളും ആരുമില്ല. ഷഹദ മരിക്കുന്ന സമയത്ത് ഷഹദയുടെ ഭർത്താവും ഇല്ല. ഭർത്താവ് മരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഭർത്താവ് ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമേരിക്കയിൽ ഒറ്റക്കാണ് ഷഹദ ജീവിക്കുന്നത്. ഷഹദ മരിച്ചു കഴിഞ്ഞാൽ ഷഹദയുടെ പ്രോപ്പർട്ടി, ഷഹദക്ക് ഭർത്താവും ഇല്ല, മക്കളും ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് കാറ്റഗറിയിൽ ആരുമില്ല. സെക്കൻഡ് കാറ്റഗറിയിൽ ഭർത്താവിന്റെ ഹയേഴ്സും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തേർഡിലോട്ട് പോകണം. തേർഡിൽ പറയുന്നത് അപ്പോൺ ദി മദർ ഓർ ഫാദർ, അച്ഛനോ അമ്മക്കോ കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ ഷഹദയുടെ
നാട്ടിലുള്ള അച്ഛനും അമ്മക്കും കൂടി അത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും. 3 ലക്ഷം ഉണ്ടെങ്കിൽ 1.5 ലക്ഷം അമ്മക്കും 1.5 ലക്ഷം അച്ഛനും പോകും. ഇനി അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ ഫോർത്ത് പറയുന്നത് ഫാദറിന്റെ ഹയേഴ്സിന് പോകും. അച്ഛനും അമ്മയും ഇല്ല എന്നുണ്ടെങ്കിൽ അമ്മ മാത്രമേ ഉള്ളെങ്കിൽ അമ്മക്ക് മുഴുവൻ കിട്ടും. ഇനി അമ്മയും ഇല്ല എന്നാണെങ്കിൽ ഫാദറിന്റെ ഹയർ ഉണ്ടാവില്ല. ഫാദറിന് ക്ലാസ് 1 ഹയർ ഉണ്ട്. ഫാദറിന്റേതായ ഒരുപാട് ബന്ധുക്കളില്ലേ, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4, അവരിലോട്ട് പോകും. ഫോർത്തിൽ പറയുന്നത് അതാണ്, ഓൺ ദി ഫാദേഴ്സ് ഹയേഴ്സ്. ഇനി ഫാദറിന്റെ ഹയറും ഇല്ല, ആരുമില്ല, നാട്ടിലും ആരുമില്ല, പറയത്തക്ക കുടുംബക്കാർ ആരും ഇല്ല എന്നാണെങ്കിൽ ഫിഫ്ത്ത് പറയുന്നത് മദറിന്റെ ഹയറിലോട്ട് പോകും. മദറിന്റെ ക്ലാസ് 1 ഹയർ, ക്ലാസ് 2 ഹയർ അങ്ങനെ പോകും. മദറിന് ക്ലാസ് 1 അല്ല, മദറിന് റൂൾ നമ്പർ 1 ഇപ്പൊ പറയുന്ന പോലത്തെ റൂളാണ്. അപ്പൊ മദറിന്റെ ആരും ഇല്ല എന്നാണെങ്കിൽ ലാസ്റ്റ് വരുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അത് ഗവൺമെന്റ് എടുക്കും. അത് നമ്മൾ വേറെ സെക്ഷനിൽ നോക്കും. അപ്പൊ ഒരു ഫീമെയിൽ ആണ് മരിക്കുന്നതെങ്കിൽ ഫീമെയിലിന്റെ ഇൻഡസ്റ്റേറ്റ് എങ്ങനെയാണ്? റൂൾ നമ്പർ 1 പറയുന്ന ഹസ്ബൻഡ്, മക്കളാണ്. മക്കള് ഇല്ല എന്നുണ്ടെങ്കിൽ മക്കളുടെ പ്രീഡിസീസ്ഡ് സണ്ണിന്റെയോ ഡോട്ടറിന്റെയോ ചിൽഡ്രൻ ഇവർക്കൊക്കെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം. റൂൾ നമ്പർ 2 പറയുന്നത് ഇവരില്ല എന്നാണെങ്കിൽ ഹസ്ബൻഡിന്റെ ഹയേഴ്സിന് പോകും. 3 പറയുന്നത് ഹസ്ബൻഡ് ഹയേഴ്സും ഇല്ലെന്നാണെങ്കിൽ ഫാദർ ആൻഡ് മദറിന് പോകും. 4 പറയുന്നത് ഇവരും ഇല്ല എന്നാണെങ്കിൽ ഫാദറിന്റെ ഹയേഴ്സിന് പോകും. 5 പറയുന്നത് ഇവരും ഇല്ല എന്നാണെങ്കിൽ മദറിന്റെ ഹയേഴ്സിന് പോകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഫീമെയിൽ. പിന്നെ ഇവിടെ മദർ ആരാണ്? മദർ ബയോളജിക്കൽ മദർ ആകാം, അഡോപ്റ്റീവ് മദർ ആകാം കേട്ടോ. ഇപ്പൊ എന്റെ അമ്മ എന്ന് പറയുമ്പോൾ എന്നെ സ്വന്തം പ്രസവിച്ച അമ്മയാവണമെന്നില്ല. എന്നെ അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്ന അമ്മയാണെങ്കിൽ അഡോപ്റ്റീവ് മദർ ഇസ് ഓൾസോ കൺസിഡർഡ് ആസ് എ മദർ. മദറിന് ഇൻഹെറിറ്റൻസ് കൊടുക്കണം. അപ്പൊ അഡോപ്റ്റീവ് മദർ സ്റ്റെപ്പ് മദർ ആവാൻ പറ്റില്ല. അച്ഛന് 2ാം കെട്ട് കെട്ടിയിട്ട് അച്ഛന് വേറൊരു ഭാര്യയും കൂടി ഉണ്ട്, അപ്പൊ സ്റ്റെപ്പ് മദർ ആണ്. സ്റ്റെപ്പ് മദർ ഒരു മദറിന്റെ കൺസിഡറേഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് മദർ കിട്ടും. എപ്പോഴാണെന്നറിയോ? ക്ലാസ് 2 ഹയേഴ്സിൽ നമ്മൾ കാറ്റഗറി 7ഓ 6ഓ പഠിച്ചപ്പോ ഫാദറിന്റെ വീടോ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതിന്റെ അച്ഛനും ഇല്ലാന്നാണെങ്കിൽ സ്റ്റെപ്പ് മദറിന് അപ്പൊ കിട്ടും. അല്ലാതെ ഒരു മദറിന്റെ കൺസിഡറേഷൻ സ്റ്റെപ്പ് മദറിന് കിട്ടൂല എന്നുള്ള പോയിന്റ് നോക്കി വെക്കാം. ഫാദർ എന്ന് പറയുമ്പോൾ അഡോപ്റ്റീവ് ഫാദറും ബയോളജിക്കൽ ഫാദറിനെയും ഇൻക്ലൂഡഡ് ആണ്. ഡോട്ടർ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഡോട്ടറും അഡോപ്റ്റീവ് ഡോട്ടറും ഇൻക്ലൂഡഡ് ആണ്. ഇല്ലെജിറ്റിമേറ്റ് ഡോട്ടറും ഇൻക്ലൂഡഡ് ആണ്. ഇല്ലെജിറ്റിമേറ്റ് ഡോട്ടറും സ്റ്റെപ്പ് ഡോട്ടറും ഇൻക്ലൂഡഡ് അല്ല എന്നുള്ളത് നോക്കി വെക്കുക. ഓക്കെ, പിന്നെ മക്കള്, പെൺമക്കളുടെ കാര്യമാണെങ്കിൽ ഡോട്ടർ ബോൺ ഔട്ട് ഓഫ് വോയിഡബിൾ മാരേജസിലൂടെ ഉണ്ടായ കുട്ടികളാണെങ്കിൽ അവർക്ക് പ്രോപ്പർട്ടി, ഫാദറിന് പ്രോപ്പർട്ടി കിട്ടും, മദറിന് കിട്ടൂല. ഓക്കെ, പിന്നെ സണ്ണിന്റെ കാര്യമാണെങ്കിൽ സണ്ണും അഡോപ്റ്റീവ് സൺ ആകാം, നാച്ചുറൽ സൺ ആകാം, പക്ഷെ ഇല്ലെജിറ്റിമേറ്റ് സ്റ്റെപ്പ് സൺ പറ്റൂല. അതേപോലെ തന്നെ വോയിഡബിൾ മാരേജിലൂടെ ഉണ്ടായിട്ടുള്ള സണ്ണാണെങ്കിൽ അവർക്ക് ഫാദറിന്റെ പ്രോപ്പർട്ടിയിൽ ഇൻഹെറിറ്റൻസ് കിട്ടും, മദറിന്റെ കിട്ടൂല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഓർഡർ ഓഫ് സക്സഷൻ, അതായത് ഹിന്ദു ഫീമെയിൽ മരിച്ചതിന് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഓർഡർ ഒന്നുകൂടെ വിശദീകരിക്കാനാണ് നോക്കണ്ട. പിന്നെ സെക്ഷൻ 80 പറയുന്നത് ഫുൾ ബ്ലഡ് പ്രിഫേർഡ് ടു ഹാഫ് ബ്ലഡ്. 2 പേരുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പ്രിഫറൻസ് എപ്പോഴും കൊടുക്കേണ്ട ഫുൾ ബ്ലഡിനായിരിക്കണം. അതായത് അഡോപ്റ്റീവും ഒറിജിനലും എന്നുണ്ടെങ്കിൽ അഡോപ്റ്റീവ് അല്ല. ഇപ്പോ എനിക്ക് അച്ഛൻ വഴി ഒരു സഹോദരനുണ്ട്, എനിക്ക് ഒറിജിനലി ഒരു ബ്രദർ ഉണ്ട്. അപ്പോ എന്റെ പ്രോപ്പർട്ടി എപ്പോഴും പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്റെ സ്വന്തം ബ്രദറിനായിരിക്കണം. അതായത് എന്റെ അച്ഛന്റെ അമ്മയുടെയും സെയിം ബയോളജിക്കൽ ഇന്റർകോഴ്സിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു ബ്രദർ ഉണ്ടാവണമല്ലോ, അയാളാണ് എന്റെ സ്വന്തം ഫുൾ ബ്ലഡ്. ഹാഫ് ബ്ലഡ് എന്ന് പറയുന്നത് എന്റെ അച്ഛൻ, എന്റെ അമ്മ അല്ലാതെ വേറൊരു സ്ത്രീയായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുണ്ടാകുന്ന കുട്ടി. ആ കുട്ടി എന്റെ ബ്രദർ ആണ്, ബട്ട് നോട്ട് ഫുൾ ബ്ലഡ്. എന്റെ അച്ഛന്റെ ചോരയാണ്, ഹാഫ് ബ്ലഡ് ആണ്. അപ്പോ ഫുൾ ബ്ലഡ് ഉള്ളപ്പോൾ ഫുൾ ബ്ലഡിന് പ്രിഫറൻസ് കൊടുക്കണം ഹാഫ് ബ്ലഡിനേക്കാൾ എന്നുള്ളതാണ് സെക്ഷൻ 80 പറയുന്നത്. സെക്ഷൻ 19 പിന്നെ നമുക്ക് നോക്കാം, നേരത്തെ പറഞ്ഞ ആ ഒരു റൂളിന്റെ കൂടെ നോക്കാം. സെക്ഷൻ 20 പറയുന്നത് വയറിൽ കിടക്കുന്ന കുട്ടിക്ക് ഇൻഹെറിറ്റൻസ് കിട്ടും. ചൈൽഡ് ഇൻ വോബ് ഷാൾ ഹാവ് സെയിം റൈറ്റ് ടു ഇൻഹെറിറ്റ് ടു ഇൻറ്റസ്റ്റേറ്റ് ആസ് ഇഫ് ഹി ഹാഡ് ബോറൺ പ്രയർ ടു ഡെത്ത് ഓർ ഇൻറ്റസ്റ്റേറ്റ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഷാൾ വെസ്റ്റ് ഇൻ ഹിം ഫ്രം ദി ഡേറ്റ് ഓഫ് ഡെത്ത് ഓഫ് ഇൻറ്റസ്റ്റേറ്റ്. വയറിൽ കിടക്കുന്ന ആൾക്ക് കിട്ടും. അതായത് ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ ഭാര്യ എന്താണ്, ഗർഭിണിയായിരുന്നു. ഓക്കെ, എനിക്ക് ഭാര്യ ഉണ്ട്, അമ്മ ഉണ്ട്, എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു എന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യക്കും എന്റെ അമ്മക്കും ഹാഫ് ആയിട്ട് പോകൂല, 3 ആയിട്ട് പോവുള്ളൂ. വയറ്റിൽ കിടക്കുന്ന കൊച്ചിന് ഒരു ഓഹരി കൊടുക്കണം. അതായത് ഞാൻ മരിക്കുന്നതിന് മുന്നേ ആ കൊച്ചു വന്നാൽ ആ കുട്ടി എന്റെ മകനാണല്ലോ, അപ്പൊ എന്ത് കൊടുക്കണമോ എന്ത് കിട്ടുമോ അതേ സാധനം വയറിൽ കിടക്കുന്ന സമയത്ത് ഞാൻ മരിച്ചാലും കിട്ടും എന്നുള്ളതാണ് സെക്ഷൻ 20 പറയുന്നത്. ചൈൽഡ് ഇൻ എ വോബ് will be get inheritance as
ഇഫ് ഹി ഹാഡ് ബോൺ ബിഫോർ ദി ഡെത്ത് ഓഫ് ഇൻഡസ്റ്റേറ്റ്. അതേപോലെ കിട്ടും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇനി സൈമൾട്ടേനിയസ് ഡെത്തുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കണക്കാക്കണം? അതായത് ഇതൊരു വലിയൊരു കുടുക്കാണ്. അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഓഹരി ആർക്ക് കിട്ടും? എന്റെ അമ്മക്കും അവർക്കൊക്കെ കിട്ടും. എന്റെ അമ്മയും കാര്യങ്ങളും ആരും ഇല്ല എന്നാണെങ്കിൽ ക്ലാസ് 2 ഹയർ ആരും ഇല്ല, ക്ലാസ് 1 ഹയർ ഇല്ലെങ്കിൽ 2 പോകും. 2 പോകുമ്പോൾ ക്ലാസ് കാറ്റഗറി 1 ഇല്ല. 2 പറയുന്നുണ്ട് എനിക്ക് ബ്രദർ ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ എന്റെ പ്രോപ്പർട്ടി ബ്രദറിന് കിട്ടേണ്ടതാണ് കാറ്റഗറി 2 പ്രകാരം. അപ്പൊ ഞാനും ബ്രദറും ഞങ്ങൾ രണ്ടുപേരും അറ്റ് എ ടൈം മരിച്ചു കിടക്കുന്നു. ഒരു വിവരം അറിയണേ, ന്യൂസിൽ കാണണേണ്, മിസ്റ്റർ എച്ചും മിസ്റ്റർ വൈയും ഒരേ ടൈമിൽ മരിച്ചു കിടക്കണേണ്. അപ്പൊ ആദ്യം മരിച്ചത് ആരാണെന്ന് അറിയില്ല. ആദ്യം മരിച്ചത് ഞാനാണെങ്കിൽ എനിക്ക് ബാക്കി ആരും ഇല്ല എങ്കിൽ എന്റെ ഒരു ഓഹരി, എന്റെ മുഴുവൻ സ്വത്തും എന്റെ ബ്രദറിനാണല്ലോ കിട്ടേണ്ടത്. അപ്പൊ ബ്രദറിന്റെ ഫാമിലിക്ക് കൂടുതൽ ലാഭവും. കാരണം ബ്രദറിന്റെ ഫാമിലിക്ക് ബ്രദറിന്റെ സ്വത്ത് കിട്ടുന്നതിനോട് കൂടി തന്നെ എന്റെ സ്വത്ത് ബ്രദറിന് പോകുമ്പോൾ ബ്രദറിന്റെ 1,00,000 രൂപ ആസ്തി ഉണ്ടായിരുന്നു, എന്റെ 1,00,000 ഉണ്ടായിരുന്നു. അപ്പൊ ഞാനാണ് മരിച്ചതെങ്കിൽ, ആദ്യം മരിച്ചതെങ്കിൽ എന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യും? എന്റെ ബ്രദറിന് പോകും. അപ്പൊ ബ്രദറിന്റെ ഭാര്യക്കും ബ്രദറിന്റെ അമ്മ ഇല്ലാന്നാണ്, അമ്മ എന്റെ അമ്മക്കും ബ്രദറിന്റെ അമ്മക്കും സെയിം ആയിരിക്കും. ബ്രദറിന്റെ ഭാര്യക്ക് കൂടുതൽ കിട്ടും. കാരണം എന്താ? 2,00,000 വിഹിതം കിട്ടും ബ്രദറിന്റെ ഭാര്യക്ക്. നേരത്തെ ആയിരുന്നെങ്കിൽ 1,00,000 കിട്ടുള്ളായിരുന്നു. അപ്പൊ ഇങ്ങനെ രണ്ടുപേര് ഒരുമിച്ച് മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? അതായത് ഇവിടെ പറയുന്നത് രണ്ടുപേരും ഒരുമിച്ചാണ് മരിച്ചതെങ്കിൽ നിയമത്തില് അൺടിൽ പ്രൂവൺ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൂവൺ ആവുന്നത് വരെയും ഏറ്റവും യങ്ങർ ആയിട്ടുള്ള ആള് എൽഡറിനേക്കാൾ സർവൈവ് ചെയ്തു എന്ന് കണക്കാക്കണം. അതായത് എന്റെ ചേട്ടനും ഞാനും ഉണ്ട്, എന്റെ മുകളിലുള്ള എന്റെ ഇക്കാക്കയും ഞാനുമാണ് മരിച്ചത് എന്നുണ്ടെങ്കിൽ ആദ്യം ഇക്കാക്ക മരിച്ചു, പിന്നെയാണ് ഞാൻ മരിച്ചത് എന്ന രീതി കണക്കാക്കണം. അൺടിൽ പ്രൂവൺ എഗെയിൻസ്റ്റ്. അങ്ങനെയല്ല, ഞാനാണ് ആദ്യം മരിച്ചതെന്ന് തെളിവുകൾ ഉണ്ടെങ്കിൽ ഓക്കെ, ഞാനാണ് ആദ്യം മരിച്ചത്, എന്റെ ഇക്കാക്കക്ക് എന്റെ സ്വത്തിന്റെ അവകാശം കിട്ടും, സോ ഇക്കാക്കന്റെ ഫാമിലിക്കാർക്ക് അതിന്റെ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ഇനി അങ്ങനെയല്ല, ഒരു തെളിവില്ല എങ്കിൽ എൽഡർ ഫസ്റ്റ് മരിച്ചു എന്ന രീതിയിൽ വേണം കണക്കാക്കാൻ. കാരണം പ്രായം കൂടുതൽ പുള്ളിക്കാണല്ലോ. അപ്പോ എന്റെ ഭാര്യക്ക് കൂടുതൽ സ്വത്ത് കിട്ടും. എന്റെ ചേട്ടന്റെ സ്വത്ത്, എന്റെ ചേട്ടൻ ആദ്യം മരിച്ചുകൊണ്ട് ഞാനും മരിച്ചു, പക്ഷെ ചേട്ടനാണല്ലോ ആദ്യം മരിച്ചത്. അപ്പൊ ചേട്ടന്റെ വിഹിതം എനിക്ക് കിട്ടേണ്ടതാണ്. അപ്പൊ എനിക്ക് കിട്ടിയതിന് ശേഷം ഞാനും മരിച്ചു. അപ്പൊ എന്റെ ഭാര്യക്ക് അവകാശം, എന്റെ ഭാര്യയിലേക്ക് സ്വത്ത് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഇൻക്രീസ് ഉണ്ടാവും. അപ്പൊ ഇത്തരത്തില് സൈമൾട്ടേനിയസ് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രിസംഷൻ ചെയ്യേണ്ടത് യങ്ങർ സർവൈവ്ഡ് ദി എൽഡർ. യങ്ങർ എൽഡറിനേക്കാൾ സർവൈവ് ചെയ്തു, എൽഡർ ആദ്യം മരിച്ചു എന്ന രീതിയിൽ വേണം കൺസിഡർ ചെയ്യാൻ എന്നുള്ളതാണ് സെക്ഷൻ 21 പറയുന്നത്. ഓക്കെ, സെക്ഷൻ 22 പറയുന്നത് പ്രിഫറൻഷ്യൽ റൈറ്റ് ടു അക്വയർ പ്രോപ്പർട്ടി ഇൻ സർട്ടൻ കേസസ്. അതായത് അനന്തരാവകാശത്തിലൂടെ ഉള്ള പ്രോപ്പർട്ടീസ് വിൽക്കുമ്പോൾ പ്രിഫറൻഷ്യൽ റൈറ്റ്, അത് വാങ്ങാനുള്ള റൈറ്റ് എന്ത് ചെയ്യണം? അത് അനന്തരാവകാശികൾക്ക് തന്നെ കൊടുക്കണം. അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രോപ്പർട്ടി വിറ്റ് കാശാക്കിയിട്ട് വേണമല്ലോ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, എന്റെ 5 സെന്റ് വിൽക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അത് കൊടുക്കേണ്ടത് എന്റെ ഏറ്റവും അടുത്ത അവകാശികൾക്കാണ്. എന്റെ ബ്രദറോ എന്റെ അച്ഛനോ അല്ലെങ്കിൽ എന്റെ ഭാര്യ എന്ന് പറയുന്നത്. ഭാര്യയുടെ ഓഹരി ഓക്കെ, അല്ലാതെ ബാക്കിയുള്ള ഓഹരികളുടെ വില ഭാര്യ കൊടുത്ത് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞാൽ മറ്റാരേക്കാളും ആ പ്രോപ്പർട്ടി വിൽക്കേണ്ടത് ആ ഭാര്യക്കാണ് എന്നുള്ള കാര്യമാണ് സെക്ഷൻ 22 പറയുന്നത്. When after the commencement of this act an interest in immovable property of an interstate or any business carried on by him, whether solely or in conjunction with others, devolves upon 2 or more heirs specified in class 1 of the schedule, and any one of such heirs proposes to transfer. ഹയേഴ്സിന് കിട്ടിയ ശേഷം അവരത് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ദി അതർ ഹയർ ഷാൾ ഹാവ് എ പ്രിഫറൻഷ്യൽ റൈറ്റ്. മറ്റ് ഹയേഴ്സിന് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട് ടു അക്വയർ ദി ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് വില കൊടുത്ത് വാങ്ങാൻ. ഓക്കെ, അതിന്റെ വിലയും കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് കോടതിയാണെന്നുള്ളത് ക്ലോസ് 2 പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്ലോസ് 1 പറഞ്ഞത് എന്താ? പ്രിഫറൻഷ്യൽ റൈറ്റ്, ഒരു ഹയർ ഒരു സാധനം വിൽക്കുമ്പോൾ മറ്റ് ഹയർമാർക്ക് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട് അത് വാങ്ങാൻ. ക്ലോസ് 2 പറയുന്നത് ആ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ വില നിശ്ചയിക്കുന്നത് കോടതി ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ക്ലോസ് 3 പറയുന്നത് രണ്ടോ രണ്ടിലധികമോ ഹയേഴ്സ് വാങ്ങാൻ വില്ലിങ് ആണ്. ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു ഭാര്യ, ഉമ്മ എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും പറയുന്നത് ഞാൻ വാങ്ങിച്ചോളാം, പ്രോപ്പർട്ടി ഞാൻ വാങ്ങിച്ചോളാം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വില വരാൻ തയ്യാറാവുന്ന ആൾക്ക് വേണം അത് വിൽക്കാൻ എന്നുള്ളതാണ് ക്ലോസ് 3 പറയുന്നത്. ഓക്കെ, if there are 2 or more heirs specified in class 1 of the schedule proposing to acquire any interest under this section, that heir who offers the highest consideration for the transfer shall be preferred. ഏറ്റവും കൂടുതൽ പൈസ തരാന്ന് സമ്മതിക്കുന്ന ആളെ വേണം പ്രിഫറൻസ് കൊടുക്കാൻ. സെക്ഷൻ 22 പറയുന്നത് പ്രിഫറൻഷ്യൽ റൈറ്റ് ആണ്. ബാക്കിയുള്ള ഹയേഴ്സിനുള്ള പ്രിഫറൻഷ്യൽ റൈറ്റ് നമ്മൾ എന്തൊക്കെ നോക്കി? സെക്ഷൻ 2 നോക്കി, സെക്ഷൻ 5 നോക്കി, 6 നോക്കി, 8 നോക്കി, അതേപോലെ 14 നോക്കി, സെക്ഷൻ 19 നോക്കി, 20 നോക്കി, 22 നോക്കി. 19 എന്തായിരുന്നു?
19 നോക്കിയാൽ 18 നോക്കി, പിന്നെ 20 നോക്കി, 21 നോക്കി, 22 നോക്കി. ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ ഫ്രം ഇൻഹെറിറ്റൻസ്, ഇതോടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇൻഹെറിറ്റൻസ് എങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റും? അതായത് ഒരാൾക്ക് അനന്തരാവകാശം കിട്ടാതെ പോകുന്നത് എപ്പോഴൊക്കെയാണ്? സെക്ഷൻ 25, 26, 27 ഇത് പറയുന്നത്. സെക്ഷൻ 25 പറയുന്നത് മർഡർ ഡിസ്ക്വാളിഫൈഡ്, കൊന്ന ആള് ഡിസ്ക്വാളിഫൈഡ് ആയി പോകും. ഞാൻ എൻ്റെ അനുജനെ മനഃപൂർവ്വം കൊന്നതാണെങ്കിൽ, അല്ലെങ്കിൽ എന്നെ എന്ത് ചെയ്തതാണ്, എന്റെ ഭാര്യ മനഃപൂർവ്വം വിഷം കൊടുത്ത് കൊന്നതാണെങ്കിൽ എന്റെ ഭാര്യക്ക് ഇൻഹെറിറ്റൻസ് കിട്ടൂല. മർഡർ ആയിട്ടുള്ള ആൾക്ക് ഇൻഹെറിറ്റൻസ് കിട്ടൂല, ഡിസ്ക്വാളിഫൈഡ് ആയി പോകും. A person who commits murder or abets the commission of murder shall be disqualified from inheriting the property of the person murdered. കൊല്ലപ്പെട്ട ആളുടെ പ്രോപ്പർട്ടിന്ന് ഇൻഹെറിറ്റൻസ് മർഡർ, കൊലപാതകം നടത്തിയ ആൾക്ക് കിട്ടൂല എന്നുള്ളതാണ് സെക്ഷൻ 25 പറയുന്നത്. 26 പറയുന്നത് കൺവേർട്ടേഴ്സ് ഡിസെൻഡന്റ് ഡിസ്ക്വാളിഫൈഡ്, കൺവേർട്ട് ചെയ്ത് പോയ ആളുകൾക്ക് ഇത് കിട്ടൂല. അതായത് മരിക്കുന്ന സമയത്ത് ഒരാൾ ഹിന്ദു ആയിരുന്നില്ല, അതായത് ഞാൻ ഹിന്ദു ആയിരുന്നു, എന്റെ ഭാര്യ ഹിന്ദു അല്ല മരിക്കുന്ന സമയത്ത്, എങ്കിൽ എന്റെ ഭാര്യക്ക് കിട്ടൂല. ഹിന്ദു ഹാസ് സീസ്ഡ് ഓർ സീസ് ടു ബി എ ഹിന്ദു ബൈ കൺവേർഷൻ ടു അനദർ റിലീജിയൻ. അനന്തരാവകാശം കിട്ടേണ്ട ഒരാൾ മറ്റൊരു റിലീജിയനിലോട്ട് പോയി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, അവർക്ക് ഇൻഹെറിറ്റൻസ് കിട്ടൂല. മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സമയം കേട്ടോ. അപ്പോ അങ്ങനെ ബിഫോർ ഓർ ആഫ്റ്റർ ദി കമൻസ്മെന്റ് ഓഫ് ദിസ് ആക്ട് ഹിന്ദു സീസ്ഡ്, ഈ ഒരു ആക്ട് വരുന്നതിന് മുന്നോ ശേഷോ, അതായത് പണ്ടോ ഈ നിയമം തന്നെയായിരുന്നു. അപ്പൊ കൺവേർട്ട് ചെയ്തു പോയ ആളുകൾക്ക് എന്ത് ചെയ്യില്ല, ഇൻഹെറിറ്റൻസ് കിട്ടൂല. സെക്ഷൻ 27 പറയുന്നത് സക്സഷൻ വേർ ഹയർ ഡിസ്ക്വാളിഫൈഡ്, ഹയേഴ്സ് ഡിസ്ക്വാളിഫൈ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ സക്സഷൻ നടത്തും? ഇഫ് എനി പേഴ്സൺ ഇസ് ഡിസ്ക്വാളിഫൈഡ് ഫ്രം ഇൻഹെറിറ്റിംഗ് എനി പ്രോപ്പർട്ടി അണ്ടർ ദിസ് ആക്ട് ഇറ്റ് ഷാൽ ഡിവോൾവ് ആസ് പേഴ്സൺ ഹാസ് ഡൈഡ് ബിഫോർ ദി ഇൻഡസ്റ്റേറ്റ്. അതായത് ഡിസ്ക്വാളിഫൈ ആയി പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രൊവിഷൻ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അതായത് അയാള് ഇൻഡസ്റ്റേറ്റ് മരിക്കുന്നതിന് മുന്നേ മരിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യപ്പെടുമായിരുന്നു, അതേപോലെ ചെയ്യപ്പെടും. അതായത് പ്രീഡിസീസ്ഡ് സൺ ഒക്കെ ഉണ്ടല്ലോ, അവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ എന്റെ മകൻ ഹിന്ദു അല്ല, എന്റെ മകൻ ഹിന്ദുയിസത്തിൽ നിന്ന് പുറത്തു പോയതാണ് എന്നുണ്ടെങ്കിൽ, എന്റെ മകന്റെ മകൻ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എന്റെ പ്രോപ്പർട്ടി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മകന് കിട്ടും. അതെന്ത് റീസൺ കൊണ്ടാണ്? അതായത് ഒരാള് ഡിസ്ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ അയാള് ഇൻഡസ്ട്രേറ്റ് ആയിട്ടുള്ള ആള് മരിക്കുന്നതിന് മുന്നേ മരിച്ചു കഴിഞ്ഞാൽ എന്താണോ നിയമം, അതേ നിയമമായിരിക്കും അയാൾക്കുള്ളതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോ ഇൻഡസ്ട്രേറ്റ് മരിക്കുന്നതിന് മുന്നേ മരിച്ചു കഴിഞ്ഞാൽ പ്രീഡിസീസ്ഡ് സണ്ണ് പ്രീഡിസീസ്ഡ് ഡോട്ടറിനൊക്കെ അനന്തരാവകാശം കിട്ടുന്നുള്ളത് നമ്മൾ പഠിച്ചു. അവരും ഹിന്ദു ആയിരിക്കണം കേട്ടോ. അപ്പോ ആ ഒരു നിയമമായിരിക്കും അവിടെയും അപ്ലിക്കബിൾ ആകുന്നത് എന്നുള്ളതാണ് സെക്ഷൻ 27 നോക്കുന്നത്. ഓക്കെ. സെക്ഷൻ 28 പറയുന്നത് ഡിസീസ് ഡിഫക്റ്റീവ് മൂലങ്ങളൊന്നും എന്ത് ചെയ്യില്ല, ഇൻഹെറിറ്റൻസ് കിട്ടാതെ പോവില്ല. ഇപ്പൊ എന്റെ ഭാര്യക്ക് ക്യാൻസർ ആണ് എന്ന റീസൺ കൊണ്ട് എന്റെ ഭാര്യക്ക് ഇൻഹെറിറ്റൻസ് കിട്ടാതെ പോകൂല. ഓക്കെ. 29 നോക്കുന്നത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ഡോക്ടറിൻ ആണ്. എസ്റ്റേറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദി ഓൾഡ് ഫ്രഞ്ച് വേർഡ് എസ്റ്റേറ്റ് മീനിങ് ടു ഫാൾ, റിഫറിംഗ് ടു പ്രോപ്പർട്ടി ദാറ്റ് റിവേഴ്സ് ടു ഫ്യൂഡൽ ലോഡ് ഇൻ അബ്സെൻസ് ഓഫ് ലീഗൽ ഹയേഴ്സ്. അനന്തരാവകാശികളില്ല എന്നുണ്ടെങ്കിൽ യജമാനനിലേക്ക് മടക്കി കൊടുക്കുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇന്ന് ഈ വാക്ക് ഉപയോഗിക്കുന്നത് റിവിഷൻ ഓഫ് പ്രോപ്പർട്ടി ടു സ്റ്റേറ്റ് എൻഷുറിംഗ് അസറ്റ്സ് ആർ നോട്ട് ലെഫ്റ്റ് ഓണർലെസ്. ഒരു പ്രോപ്പർട്ടിക്ക് ക്ലാസ് 1 ഹയർ ഇല്ല, 2 ഹയർ ഇല്ല, 3 ഇല്ല, 4 ഇല്ല, ആരുമില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യണം, അത് ഗവൺമെന്റിന് കൈമാറണം എന്നാണ് ഈ ഒരു ഡോക്ടറിന്റെ അത് പറയുന്നത്. ഈ ഒരു ഡോക്ടറിൻ മെൻഷൻ ചെയ്യുന്ന സെക്ഷൻ 29 ഫെയിലിയർ ഓഫ് ഹയേഴ്സ്. ഇഫ് ആൻ ഇൻഡസ്ട്രീസ് ഹാസ് ലെഫ്റ്റ് നോ ഹയർ ക്വാളിഫൈഡ് ടു സക്സീഡ്, സക്സീഡ് ചെയ്യാൻ ഒരു ഹയർ ഇല്ലാത്ത രീതിയിലാണ് ഒരാൾ മരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടി എന്ത് ചെയ്യും, the government shall take that property subject to all obligation and liabilities to which an hire would have been subject. ഗവൺമെന്റ് ആ പ്രോപ്പർട്ടി എടുക്കണം, ഗവൺമെന്റ് ആ ഒരു പ്രോപ്പർട്ടിയുടെ ലാബിലിറ്റിയും കാര്യങ്ങളും കൂടെ ഉത്തരവാദിത്തത്തോടു കൂടി ഏറ്റെടുക്കണം എന്നുള്ളതാണ് 29 പറയുന്നത്. ഓക്കെ. ചേഞ്ചസ് ബ്രോട്ട് ബൈ 2005 അമെന്റ്മെന്റ് ഇപ്പോ സമയത്ത് 1 മണിക്കൂറിൽ കൂടുതലായി. സോ ഈ ഒരു ഭാഗവും അടുത്ത ഡോക്ട്രിൻ ഓഫ് പയസ് ഒബ്ലിഗേഷൻ, ഇല്ലസ്ട്രേഷൻ, അങ്ങനെ കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. അപ്പൊ ആകെ മൊത്തം നമ്മൾ നോക്കിയാൽ എന്താണ്, ഹിന്ദു സക്സഷൻ ആക്ട് 1956 അകത്ത് ആക്ടിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് നമ്മൾ നോക്കി. സെക്ഷൻ 2 അപ്ലിക്കബിലിറ്റി നോക്കി, ആരൊക്കെയാണ് ഹിന്ദു, ജെയിൻ, സിഖ് എന്നൊക്കെ ഉള്ളത് നോക്കി. സെക്ഷൻ 5 ഇനാപ്ലിക്കബിലിറ്റി എവിടെയൊക്കെയാണ് നോക്കി. സെക്ഷൻ 6 പ്രകാരം ഫീമെയിൽസിന് ഇൻഹെറിറ്റൻസ് കിട്ടും എന്നുള്ള പ്രൊവിഷൻ നോക്കി. സെക്ഷൻ 8 പ്രകാരം മെയിൽസിന്റെ ക്ലാസ് 1 ഹയർ, 2 ഹയർ, 3 ഹയർ, 4 ഹയർ അത് നോക്കി. ക്ലാസ് 1 നോക്കി. ക്ലാസ് 2 കാറ്റഗറി 1, 2 മുതൽ 9 വരെയുള്ളത് നോക്കി. ക്ലാസ് 3 അഗ്നേറ്റ് നോക്കി. ക്ലാസ് 4 കൊഗ്നേറ്റ് നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം സെക്ഷൻ 14 ഫീമെയിലിന്റെ കാര്യം നോക്കി. ഫീമെയിലിന്റെ സക്സഷൻ റൂൾ 1, 2, 3, 4, 5 നോക്കി. 1 ഹസ്ബൻഡ് ആൻഡ് മക്കള്, 2 ആരാണ് ഹയർ ഓഫ് ഹസ്ബൻഡ്, 3 ഫാദർ ആൻഡ് മദർ, 4 ഫാദറിന്റെ ഹയർ, 5 മദറിന്റെ ഹയർ. പിന്നെ ഈ 2 ഫീമെയിലിന്റെ മെയിലിന്റെ വിഷയങ്ങളിൽ ആരുമില്ല എന്നാണെങ്കിൽ സെക്ഷൻ 29 പ്രകാരം ഡോക്ടറിൻ ഓഫ് എസ്റ്റേറ്റ് പ്രകാരം ഗവൺമെന്റിന് പ്രോപ്പർട്ടി പോകുന്നുള്ളത് നോക്കി.
സെക്ഷൻ 25, 6, 7 ഇതിന്റെ അകത്തൊക്കെ ഡിസ്ക്വാളിഫിക്കേഷനെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത് നോക്കി അല്ലെ. 25, 6, 7, 8 ഇത് ഡിസ്ക്വാളിഫിക്കേഷനെ പറ്റി നോക്കി. മർഡറർ ഡിസ്ക്വാളിഫൈഡ് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ കൺവേർട്ട് നടത്തിയ ആൾ ഡിസ്ക്വാളിഫൈഡ് ആകും എന്നുള്ളതൊക്കെ നോക്കി. പിന്നെ അതിന് മുന്നേ നമ്മൾ ഫുഡ് ബ്ലഡ് ഹാഫ് ബ്ലഡിനേക്കാൾ പ്രിഫറൻസ് കൊടുക്കപ്പെടണം, പ്രിഫറൻഷ്യൽ റൈറ്റ് ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കി. പിന്നെ സൈമൾട്ടേനിയസ് ഡെത്ത് സംഭവിച്ച പ്രിസംഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നോക്കി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആകെ മൊത്തം ഇവിടെ നോക്കിയത്. എസ് ആയിട്ട് ചോദിച്ചാൽ നല്ല രീതിയിൽ വിശദീകരിച്ച് എഴുതാനുള്ള കണ്ടന്റ് ഉണ്ട്. മാത്രമല്ല ഇനിയും കുറച്ചുകൂടെ ഉണ്ട്. ഡോക്ട്രിൻ ഓഫ് ബയസ് ഒബ്ലിഗേഷനും മേജർ ചേഞ്ചുകൾ ഏതൊക്കെയാണ് 2005 വന്നുള്ള അമെന്റ്മെന്റ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. അതും ഡോക്ട്രിൻ ഓഫ് എസ്റ്റീറ്റ് ഒന്നുകൂടെ വിശദീകരിച്ച് നമുക്ക് അടുത്ത സെഷനിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ.